Hi 10th, welcome back to my channel. And last day we have discussed up to question number 7. Last question was about a rhombus, no? And I told you that question was a little bit important, so you have to prepare that question well. And today we are going to continue the discussion, okay? And that means today we are going to discuss a bundle of questions, because I have to make the video as a lengthy one because I cannot wait for a long period of time to finish this chapter. And let it be question number 8 now. Okay, so just read this question. This is your question. Read it. In the given figure, O is a midpoint in the interior of a triangle ABC, OD perpendicular to BC and OE perpendicular to AC and OF perpendicular to AB. Show that two sub-questions are there. 10 sub-questions are there, we have to show it out. So figure is given there in the question. Let me explain so while you are reading question at first time, you may have many confusion, but let me explain the question by drawing a figure. See. Here. So ഇവിടെ നമ്മൾ നോക്കാം, ഇതാണ് ഫിഗർ തന്നിരിക്കുന്നത്. ഫിഗർ ക്വസ്റ്റ്യൻ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ABC എന്ന് പറയുന്ന ഒരു ട്രയാങ്കിളിൻ്റെ കാര്യം ക്വസ്റ്റ്യൻ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? O ഈസ് എ പോയിന്റ് ഇൻ ദി ഇൻറ്റീരിയർ ഓഫ് ട്രയാങ്കിൾ ABC. അതായത് ട്രയാങ്കിൾ ഈ ABC എന്ന് പറയുന്ന ട്രയാങ്കിളിൻ്റെ ഇൻറ്റീരിയർ, അതായത് ഉൾഭാഗത്തുള്ളൊരു പോയിൻ്റാണ് O, ഇൻറ്റീരിയർ പോർഷൻ. മനസ്സിലായെന്ന് വിചാരിക്കണം. ഇനി അടുത്തത് OD പെർപെൻഡിക്കുലർ ടു BC. Oയിൽ നിന്നും OD, ഈ വരച്ചിരിക്കുന്ന OD പെർപെൻഡിക്കുലർ ടു BC ആണ്. ദാറ്റ് മീൻസ് ആംഗിൾ ബിറ്റ്വീൻ OD ആൻഡ് BC ഷുഡ് ബി 90 degree. That is given directly in the question. One more thing is given with that, OE perpendicular to AC. That means angle between OE and AC also should be 90 degree. That also given. And one more thing is given, OF perpendicular to AB. That means angle between OF and AB also should be 90 degree. And there is no information that angle B is 90 degree. We don't know whether angle B is 90 degree or not. ഞാൻ വരച്ചപ്പോൾ ആംഗിൾ ബി 90 ആയിട്ട് തോന്നിയിട്ടുണ്ടാവും നിങ്ങൾക്ക്, പക്ഷേ ആംഗിൾ ബി 90 ഡിഗ്രി ആണെന്ന് പറഞ്ഞിട്ടില്ല. നമുക്കറിയില്ല അതാണോ അല്ലയോ എന്നൊന്നും. ഓക്കെ, സോ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ വി ഹാവ് ടു പ്രൂവ് ഇറ്റ് ഔട്ട് ഈസ്, okay, so this is the triangle ABC. Interior portion, there exists a point O, and such that the speciality of the point O is such that OD perpendicular to BC, OF perpendicular to AB and OE perpendicular to AC. And first sub question എന്താ പ്രൂവ് ചെയ്യേണ്ടത്? OA സ്ക്വയർ പ്ലസ് OB സ്ക്വയർ പ്ലസ് OC സ്ക്വയർ മൈനസ് OD സ്ക്വയർ മൈനസ് OE സ്ക്വയർ മൈനസ് OF സ്ക്വയർ ഈസ് ഈക്വൽ ടു AF സ്ക്വയർ പ്ലസ് BD സ്ക്വയർ പ്ലസ് C സ്ക്വയർ. ഇതാണ് നമുക്ക് ഫസ്റ്റ് പ്രൂവ് ചെയ്യേണ്ടത്. ഒന്നുകൂടെ പറയാം. ഫസ്റ്റ് പോർഷൻ പ്രൂവ് ചെയ്യേണ്ടത്, ഞാൻ ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ ലീവ് ചെയ്യുന്നുണ്ടോ നിങ്ങൾ നോക്കണം. ഞാൻ ഗൈഡാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പം സ്കൂളിലായതുകൊണ്ട് ടെക്സ്റ്റ് ബുക്ക് സ്കൂളിലോട്ട് എടുക്കാറില്ല, അപ്പോൾ ഗൈഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിലുള്ള പ്രോബ്ലംസ് കണ്ടിന്യൂസ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നു. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് തന്നെയാണെന്നുള്ള ഉറപ്പിലാണ് ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങളൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്യുക. ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് വിളിച്ച് പറയുക. ഐ എം എക്സ്പെക്ടിങ് യുവർ കോൾസ്. നമുക്കിവിടെ പ്രൂവ് ചെയ്യേണ്ടത് OA സ്ക്വയർ പ്ലസ് OB സ്ക്വയർ പ്ലസ് OC സ്ക്വയർ മൈനസ് OD സ്ക്വയർ മൈനസ് OE സ്ക്വയർ മൈനസ് OF സ്ക്വയർ ഈസ് ഈക്വൽ ടു AF സ്ക്വയർ പ്ലസ് BD സ്ക്വയർ പ്ലസ് C സ്ക്വയർ എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. പിന്നെ രണ്ടാമത്തെ ഉണ്ട്. ഫസ്റ്റ് നമുക്ക് ഈ സബ് ക്വസ്റ്റ്യനിലോട്ട് പ്രൂവ് ചെയ്യാം. നമുക്ക് നമ്മൾ ഈ ക്വസ്റ്റ്യൻ്റെ ഒരു പാറ്റേൺ നോക്കാം. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് OA ഈ സാധനം ഈസ് ഈക്വൽ ടു ഈ സാധനം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ LHS സ്റ്റാർട്ട് ചെയ്തിട്ട് ഈക്വൽ ടു ഈ RHS ഇതിലോട്ട് എത്തിക്കാം. നമുക്ക് നോക്കാം, കൺവീനിയൻറ്റ് മെത്തേഡ് നമുക്ക് ചെയ്യാം. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണെന്ന് നോക്കി, OA സ്ക്വയർ. OA സ്ക്വയർ എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി നിങ്ങളിങ്ങനെ Oയും എയും നമ്മൾ ജോയിൻ ചെയ്യണം. ഇത് ഇവിടെ ഒരു OA സ്ക്വയർ ഉണ്ടല്ലോ, അപ്പോൾ OA സ്ക്വയർ നമ്മൾ ആദ്യം ഒന്ന് ഫോം ചെയ്യേണ്ടത്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ OA. OA സ്ക്വയർ OA സ്ക്വയർ പ്ലസ് OB. അപ്പോൾ ഒബ്വിയസ്ലി ഇത് രണ്ട് നിങ്ങളിങ്ങനെ ജോയിൻ ചെയ്യണം, OB. സോ OB സ്ക്വയർ ആയി. അപ്പം പിന്നെ OC സ്ക്വയർ എന്നുള്ളതാണ് ഇവിടെ നമ്മൾ എന്താണ് പ്രൂവ് ചെയ്യേണ്ട ഭാഗം, അതിൻ്റെ LHS സൈഡ് നോക്കുക. അതിലുള്ളതൊക്കെ നമ്മളിവിടെ ഫോം ചെയ്തേ പറ്റുള്ളൂ. ഇവിടെ ഒരു OC സ്ക്വയർ ഉണ്ട്, അതുകൊണ്ട് ഞാനിങ്ങനെ OC ഫോം ചെയ്തു. പിന്നെ OD ഇവിടെ ഉണ്ട് ഓൾറെഡി. ഇവിടെ OD ഇവിടെ ഓൾറെഡി ഉണ്ട്. OE ഉണ്ട്. OFും ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ AF RHS സൈഡിലുള്ള AFും BDയും ഒക്കെ ഓൾറെഡി ഇവിടെ വന്നിട്ടുണ്ട്. ആകെ നമ്മൾ എക്സ്ട്രാ ഡോട്ടഡ് ലൈൻസ് കൊണ്ട് നമ്മൾ ഫോം ചെയ്തത് ഈ സാധനങ്ങളില്ലായിരുന്നു ഫിഗറിൽ, അതുകൊണ്ട് നമ്മളത് ഫോം ചെയ്തു, അത്ര മാത്രം. ഓക്കെ, അപ്പം എനിക്ക് തോന്നുന്നു നമുക്ക് LHS നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കിയാലോ? ഷാൽവി ചുമ്മാ നമുക്ക് LHS സ്റ്റാർട്ട് ചെയ്ത് നോക്കാം, എന്താവും നോക്കാമല്ലോ. LHS സ്റ്റാർട്ട് ചെയ്യുക എളുപ്പമാണ്. LHS പറഞ്ഞോ, അതുപോലെ പറഞ്ഞോ.
ഒ എ സ്ക്വയർ പ്ലസ് ഒ ബി സ്ക്വയർ പ്ലസ് ഒ സി സ്ക്വയർ മൈനസ്, ഞാൻ ഒരു കാര്യം കൂടെ ആഡ് ചെയ്യുന്നു, ഞാൻ കയ്യിൽ പിടിച്ചിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. സാധാരണ പോലെ എൻ്റെ അടുത്ത് ഒരു ഹോൾഡർ ഉണ്ടായിരുന്നു, നമ്മൾ സെൽഫി സ്റ്റിക്ക് പോലത്തെ ഒരു സ്റ്റിക്ക് ഉണ്ടായിരുന്നു, ആ സ്റ്റിക്ക് ഉണ്ടായിരുന്നു, അതിലാണ് വീട്ടിൽ നിന്ന് ഷൂട്ട് ചെയ്യാറ്. ഞാൻ അത് കൊണ്ടുവരാറില്ല സ്കൂളിലോട്ട്, അപ്പോൾ കയ്യിൽ പിടിച്ചിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് വോയിസിന് എന്തെങ്കിലും ഡിസ്ട്രാക്ഷനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് വിളിച്ച് പറയണം. ഓക്കെ, സോ LHS അതുപോലെ എഴുതുന്നു, ഒ എ സ്ക്വയർ പ്ലസ് ഒ ബി സ്ക്വയർ പ്ലസ് ഒ സി സ്ക്വയർ മൈനസ് ഒ ഡി സ്ക്വയർ, ദെൻ മൈനസ് ഒ ഡി സ്ക്വയർ കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ളത് മൈനസ് ഒ ഇ സ്ക്വയർ ആണ്. ഓക്കെ, പിന്നെ മൈനസ് ഒ എഫ് സ്ക്വയർ. ഇതാണ് LHS. ഇത് നമ്മൾ പ്രൂവ് ചെയ്ത് RHSലോട്ട് എത്തിക്കണം. ഓക്കെ, സോ LHS നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു, ഒ എ സ്ക്വയർ പ്ലസ് ഒ ബി സ്ക്വയർ പ്ലസ് ഒ സി സ്ക്വയർ മൈനസ് ഒ ഡി സ്ക്വയർ മൈനസ് ഒ ഇ സ്ക്വയർ മൈനസ് ഒ എഫ് സ്ക്വയർ. അതുപോലെ നമ്മൾ LHS എഴുതി. ഇനി ഒ എ സ്ക്വയർ എന്താണ്? നമുക്ക് ഒ എ സ്ക്വയർ ഒന്ന് റീപ്ലേസ് ചെയ്ത് നോക്കിയാലോ. നോക്കാം, ഇതാണ് ഒ എ സ്ക്വയർ അല്ലേ, ഇതാണ് ഒ എ. അപ്പം ഒ എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്ക്വയർ എന്നാണ് അർത്ഥം. അതായത് ഞാൻ ഈ ഒ എ സ്ക്വയറിനെയാണ് റീപ്ലേസ് ചെയ്യാൻ പോകുന്നത്. ഒ എ സ്ക്വയർ എന്താണെന്ന് നോക്കി, ഇതാണ് ഒ എ. അപ്പോൾ ഒ എൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്കി, ഈ ഒരു റൈറ്റ് ട്രയാങ്കിൾ നിങ്ങൾ കൺസിഡർ ചെയ്യുക. അതാ ഈ ഒരു റൈറ്റ് ട്രയാങ്കിൾ നിങ്ങൾ കൺസിഡർ ചെയ്യുക. ഈ റൈറ്റ് ട്രയാങ്കിളിൽ ഹൈപ്പോട്ടന്യൂസ് ആണ് ഒ എ. എങ്ങനെ നിങ്ങൾക്കറിയാം? കാരണം ഒ എഫ് ഈസ് പെർപെൻഡിക്കുലർ ടു എ ബി എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രി. അപ്പോൾ ഒബ്വിയസ്ലി എന്താണ്, ഇതൊരു റൈറ്റ് ട്രയാങ്കിളാണ്. ഈ റൈറ്റ് ട്രയാങ്കിളിൻ്റെ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള, അതായത് ഇതൊരു റൈറ്റ് ട്രയാങ്കിളാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി, അതിൽ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള എ ഒരു ഹൈപ്പോട്ടന്യൂസ് ആയിരിക്കുമല്ലോ. അങ്ങനെയാണെങ്കിൽ ഒ എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ആയിരിക്കുമല്ലോ. ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ എന്താണ്? ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ. സോ ക്യാൻ യു റീപ്ലേസ് ഒ എ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ എഫ് സ്ക്വയർ പ്ലസ് എഫ് ഒ സ്ക്വയർ? ഒബ്വിയസ്ലി, കാരണം എന്താ, ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ റിലേഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒ എ സ്ക്വയർ യു ക്യാൻ റീപ്ലേസ് ആസ് വാട്ട്? ബേസ് സ്ക്വയർ, ദാറ്റ് ഈസ് എ എഫ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ f o square. So replacing o a square by this base square plus height square by using Pythagoras theorem. So in bracket somewhere here you just write by using Pythagoras theorem. Then similarly plus ob square, can you replace ob square similarly? See ob, you just see this is ob, so this is ob, then you just consider this right triangle. Okay, this is the right triangle you have to consider, because since OD is perpendicular to BC, angle between OD and BC should be 90 degree. In that way this is 90 degree. So obviously ODB is a right triangle. In the right triangle ODB, OB is the hypotenuse, no? So can you replace OB square, hypotenuse square by base square plus height square? Pythagoras theorem അനുസരിച്ച് hypotenuse square is equal to base square plus height square ആണ്. So you can replace OB square by BD square plus OD square, base square plus height square. Tell me, BD square plus OD square. അതും കഴിഞ്ഞു. OB square. Similarly, I am going to replace OC square by OD square plus DC square. അതിൻ്റെ റീസൺ ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പ്യുവർലി ബൈ അപ്ലൈങ് പൈതഗോറസ് തിയറം. ഇനി ബാക്കിയുള്ളതൊക്കെ അതുപോലെ എഴുതുന്നു, പറഞ്ഞോ. അതായത് ഇത് മൂന്നും ഞാൻ റീപ്ലേസ് ചെയ്തു, ബാക്കി കൂടെ ഉള്ളതൊക്കെ അതുപോലെ ഞാൻ എഴുതുന്നു, പറഞ്ഞോളൂ. മൈനസ് ഒ ഡി സ്ക്വയർ മൈനസ് ഒ ഇ സ്ക്വയർ മൈനസ് ഒ എഫ് സ്ക്വയർ. അപ്പം നമ്മൾ എന്താ ചെയ്തത്? ഇതിനെ മൂന്നിനെയും റീപ്ലേസ് ചെയ്തു, ബാക്കി ഇതിനെ മൂന്നിനെയും അതുപോലെ എഴുതി. ഓക്കെ, ഇനി എന്താ നോക്കാം, നമുക്ക് എന്തെങ്കിലും നടക്കുമോ നോക്കാം. ഇവിടെ ഒരു എഫ് ഒ സ്ക്വയർ ഉണ്ട്, അത് തന്നെയല്ലേ ഒ എഫ് സ്ക്വയർ. എഫ് ഒ സ്ക്വയർ എന്ന് പറയുന്നത് ഒ എഫ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ സെയിം ആണ്, രണ്ടും ക്യാൻസൽ ആവും. ഇനി നിങ്ങൾ നോക്കിക്കോളൂ, പോയി. പിന്നെ നിങ്ങൾ നോക്കിക്കോളൂ, ഇവിടെ ഒരു ഒ ഡി സ്ക്വയർ ഉണ്ട്, ഇവിടെ ഒരു മൈനസ് ഒ ഡി സ്ക്വയർ ക്യാൻസലായി. ഇനി ഒന്നും കൂടെ ക്യാൻസലാവും, ഒ ഇ സ്ക്വയർ. നമുക്ക് ചെറിയൊരു അബദ്ധം പറ്റിപ്പോയി. ഈ അബദ്ധം പറ്റിയത് നന്നായെന്ന് തോന്നുന്നു. ഞാനിവിടുന്ന് ഇങ്ങനെ ഷിബിൻ സാർ അഡ്ജസ്റ്റ് ചെയ്ത് പറയാമെന്ന് വിചാരിക്കരുത്. എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി. നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. നോക്ക്, നമുക്ക് പ്രൂഫ് ചെയ്യേണ്ട RHSൽ എന്താ ഉള്ളത്? എ എഫ് സ്ക്വയറും ബി ഡി സ്ക്വയറും സി ഇ സ്ക്വയറും. അപ്പം എ എഫ് സ്ക്വയർ ഇവിടെ വരുന്നുണ്ട്, ഇനി ബി ഡി സ്ക്വയർ ഇവിടെ വരുന്നുണ്ട്, പക്ഷേ സി ഇ സ്ക്വയർ എന്ന് പറഞ്ഞ സാധനം ഇവിടെ ഇല്ല. അതായത് ഇങ്ങനെ രണ്ട് ടൈം ക്യാൻസൽ, ബാക്കിയൊന്നും ക്യാൻസൽ ആവുന്നില്ല. നമുക്ക് ബാക്കി എന്താ, എല്ലാം ക്യാൻസലായിട്ട് ബാക്കി എന്തേ വരാൻ പാടുള്ളൂ? RHSൽ എത്തണ്ടേ? എ എഫ് സ്ക്വയർ പ്ലസ് ബി ഡി സ്ക്വയർ പ്ലസ് സി ഇ സ്ക്വയർ എന്ന് എത്തണം. അതിങ്ങനെ എത്തുന്നുണ്ടോ? നിങ്ങൾ നോക്കി, എത്തുന്നില്ല. കാരണം എ എഫ് സ്ക്വയറും ബി ഡി സ്ക്വയറും വന്നിട്ടുണ്ട്, പക്ഷേ മറ്റേത് എത്തുന്നില്ല. അതിനെന്താ കാരണം? എ എഫ് സ്ക്വയറും ബി ഡി സ്ക്വയറും വന്നിട്ടുണ്ട്, സി സ്ക്വയറിലോട്ട് എത്തുന്നില്ല. ബാക്കിയുള്ള ടൈംസ് ഒന്നും ക്യാൻസലായി പോകുന്നുമില്ല, സി സ്ക്വയറിൻ്റെ പ്രസൻസും ഇല്ല. അപ്പം ഇവിടെ ഒരു ചെറിയൊരു അബദ്ധം പറ്റി. എന്താണെന്നറിയോ? ഇത് കറക്റ്റ് ഇതാ. അപ്പം നമ്മൾ ചെയ്തതിൽ ഒ എ സ്ക്വയറിന് പകരം ഞാൻ പറഞ്ഞല്ലോ എ എഫ് സ്ക്വയർ പ്ലസ് എ എഫ് സ്ക്വയർ പ്ലസ് എഫ് ഒ സ്ക്വയർ, കറക്റ്റാണത്. ഒ ബി സ്ക്വയറിന് പകരം നമ്മൾ എന്തെന്ന് എഴുതുന്നത്? പറ. ഒ ഡി സ്ക്വയർ പ്ലസ് ബി ഡി സ്ക്വയർ, അതും കറക്റ്റാണ്. ഒ ഡി സ്ക്വയർ പ്ലസ് ബി ഡി സ്ക്വയർ, അതും കറക്റ്റാണ്. പക്ഷേ നമ്മൾ അതായത് ഒ എ സ്ക്വയറിനെ റീപ്ലേസ് ചെയ്ത് ഇതെന്ന് എഴുതി,
ഒ ബി സ്ക്വയറിനെ റീപ്ലേസ് ചെയ്ത് ഇതെന്ന് എഴുതി. ഇനി നമുക്കുള്ളത് ഒ സി സ്ക്വയറാണ്. ഒ സി സ്ക്വയറിനെ ഞാൻ എഴുതിയത് ഒ ഡി സ്ക്വയർ പ്ലസ് ഡി സി സ്ക്വയറാണ്. പക്ഷേ നിങ്ങളിവിടെ നോക്കിയാൽ മനസ്സിലാവും ഈ പ്രൂവ് ചെയ്യേണ്ട ഭാഗത്ത് അല്ലെങ്കിൽ ആർ എച്ച് എസ് സൈഡിൻ്റെ ഭാഗത്ത് ഓഡിയോ ഡി സിയോ ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് ഈ റൈറ്റ് ട്രയാങ്കിൾ വെച്ചിട്ടല്ല ഒ സിനെ മാറ്റേണ്ടത്. ഈ മുകളിലുള്ള റൈറ്റ് ട്രയാങ്കിളായിട്ടുള്ള ഇത് വെച്ചിട്ട് വേണം നമുക്ക് ഒ സിനെ റീപ്ലേസ് ചെയ്യാൻ. അവിടെയാണ് നമുക്ക് അബദ്ധം പറ്റിപ്പോയത്. കാരണം എന്താ, നമ്മൾ ചെയ്യുമ്പോൾ ആർ എച്ച് എസ് സൈഡിലോട്ട് നമുക്കൊരു നോട്ടം വേണം. ഞാനും നോക്കിയില്ല, നിങ്ങളും നോക്കിയിട്ടില്ല എന്ന് തോന്നുന്നു. ആർ എച്ച് എസ് സൈഡിൽ എ എഫും ബി ഡിയും സിയും ഉള്ളത്. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ എ എഫിൻ്റെ പ്രസൻസ് വന്നു, പിന്നെ ഇങ്ങനെ എഴുതി കഴിയുമ്പോൾ അതിൽ ബി ഡീൻ്റെ പ്രസൻസ് വന്നു. പക്ഷേ സീൻ്റെ പ്രസൻസ് വരണമെങ്കിൽ ഈ റൈറ്റ് ട്രയാങ്കിൾ എടുത്തെങ്കിലല്ലേ സി ഇൻ്റെ പ്രസൻസ് വരുള്ളൂ. കാരണം ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ ആണല്ലോ, കാരണം ഇത് 90 ഡിഗ്രിയാണ്. ആ റൈറ്റ് ട്രയാങ്കിൾ ഹൈപ്പോട്ടനിസ് ഏതാണ്? 90 ഡിഗ്രി ഓപ്പോസിറ്റ് ആയിട്ടുള്ള സി ഒ തന്നെയാണ്. അതായത് ഒ സി സ്ക്വയർ അഥവാ സി ഒ സ്ക്വയറിന് റീപ്ലേസ് ചെയ്യാൻ ഈ റൈറ്റ് ട്രയാങ്കിൾ കൺസിഡർ ചെയ്താലും മതി. കാരണം ഈ റൈറ്റ് ട്രയാങ്കിളിലും 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഭാഗം ഒ സി ഒ ആയ ഹൈപ്പോട്ടനിസ് തന്നെയാണ്. ഇവിടെ ആകുന്നത് പോലെ തന്നെ ഈ റൈറ്റ് ട്രയാങ്കിളിൽ ഹൈപ്പോട്ടനിസ് ഒ സി ആകുന്നത് പോലെ ഈ റൈറ്റ് ട്രയാങ്കിളിലും ഹൈപ്പോട്ടനിസ് എന്ത് തന്നെയാണ്? ഒ സി തന്നെയാണ്. അപ്പോൾ ആ റൈറ്റ് ട്രയാങ്കിൾ ഉപയോഗിച്ച് നമുക്ക് ഹൈപ്പോട്ടനിസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയറിന് റീപ്ലേസ് ചെയ്യാം. കാരണം ആർ എച്ച് എസ് സൈഡിൽ നമുക്ക് വേണ്ടത് എ എഫും ബി ഡിയും സിയും ആണ്. അപ്പോൾ നമ്മൾ ഇതിനെ റീപ്ലേസ് ചെയ്യുമ്പം എ എഫും വന്നും ബി ഡിയും വന്നും. പക്ഷേ സി എന്ന് പറയുന്ന സൈഡിൻ്റെ പ്രസൻസ് വരണമെങ്കിൽ ഈ റൈറ്റ് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യണം. സോ ഒ സി സ്ക്വയറിനെ മാറ്റി എന്തെന്ന് എഴുതുക? സി സ്ക്വയർ പ്ലസ് ഒ ഇ സ്ക്വയർ എന്ന് എഴുതുക. ഹൈപ്പോട്ടനിസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഒ സി എന്ന് പറഞ്ഞാൽ ഹൈപ്പോട്ടനിസ് ആണ്. ഹൈപ്പോട്ടനിസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ എന്ന് പറയുമ്പോൾ സി സ്ക്വയർ പ്ലസ് ഒ ഇ സ്ക്വയർ. അപ്പോൾ ഇതിനെ നമ്മളങ്ങനെ മാറ്റി ഒ സി സ്ക്വയറിനെ മാറ്റി. എന്നിട്ട് ബാക്കിയുള്ള 3 ടൈമും അതുപോലെ എഴുതാം. പറഞ്ഞോളൂ. മൈനസ് ഒ ഡി സ്ക്വയർ മൈനസ് ഒ ഇ സ്ക്വയർ മൈനസ് ഒ എഫ് സ്ക്വയർ. ഇനി നിങ്ങൾ മാറ്റിക്കോളൂ, നിങ്ങൾക്ക് മനസ്സിലാവും. നോക്കോളൂ, ഇത് എഫ് സ്ക്വയറും മാറി. ഇനി നിങ്ങൾ ഒ ഡി സ്ക്വയറും മാറി. ഇതാ ഇവിടെ ഒരു ഒ ഇ സ്ക്വയറും ഇവിടെ മൈനസ് ഒ ഇ സ്ക്വയറും ക്യാൻസൽ ചെയ്തു. ബാക്കി എന്തുണ്ട് പറഞ്ഞോളൂ? എ എഫ് സ്ക്വയർ പ്ലസ് ടെൽമി ബി ഡി സ്ക്വയർ പ്ലസ് ടെൽമി സി സ്ക്വയർ. നൗ ജസ്റ്റ് സി എ എഫ് സ്ക്വയർ പ്ലസ് ബി ഡി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ആണ് പ്രൂവ് ചെയ്യേണ്ടത്. ഇതാ എ എഫ് സ്ക്വയർ പ്ലസ് ബി ഡി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ആർ എച്ച് എസിലോട്ടെത്തി. അപ്പോൾ ഇങ്ങനത്തെ ചെറിയ എററൊക്കെ വരുമ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിലാവുകയാണ് ചെയ്യുക. സോ ഹെൻസ് ദ പ്രൂഫ്. സോ മൂവിങ് ടു ദ സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ നമ്മൾ സെക്കൻഡ് സബ് ക്വസ്റ്റ്യനിലോട്ട് പോകുന്നതിന് മുമ്പ് ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ്റെ റിസൾട്ട് ഞാൻ ഒന്നും കൂടെ എഴുതുന്നു. ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ പറഞ്ഞ എന്താണ്? ഇപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്ത റിസൾട്ട് എന്താണ്? ഒ എ സ്ക്വയർ പ്ലസ് ഒ ബി സ്ക്വയർ പ്ലസ് ഒ സി സ്ക്വയർ മൈനസ് ഒ ഡി സ്ക്വയർ മൈനസ് ഒ ഇ സ്ക്വയർ മൈനസ് ഒ എഫ് സ്ക്വയർ ഇസ് ഈക്വൽ ടു എ എഫ് സ്ക്വയർ പ്ലസ് ബി ഡി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ എന്നാണ്. ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിച്ചോളൂ നിങ്ങൾ. ഇത് നമ്മളിപ്പോൾ ചെയ്ത റിസൾട്ടാണ്. ഇനി സെക്കൻഡ് സബ് ക്വസ്റ്റ്യനിലോട്ട് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നു. ഓക്കെ, സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? പറ. സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ പ്രൂവ് ചെയ്യാൻ പറയുന്ന ഇതാണ്: എ എഫ് സ്ക്വയർ പ്ലസ് ബി ഡി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ. ഇതാ സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ പ്രൂവ് ചെയ്യേണ്ടത് ഇതാണ്. നിങ്ങൾ വായിച്ചാൽ മനസ്സിലാവും. എ എഫ് സ്ക്വയർ പ്ലസ് ബി ഡി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ഈസ് ഈക്വൽ ടു എ ഇ സ്ക്വയർ പ്ലസ് സി ഡി സ്ക്വയർ പ്ലസ് ബി എഫ് സ്ക്വയർ. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ലീവ് ചെയ്യരുത്. അതുകൊണ്ടാണ് ഈ സമയമില്ലാത്ത സമയത്ത് ഞാൻ ചെയ്യുന്നത്. ഇനി സമയമില്ലാത്ത പ്രശ്നം നമുക്കില്ല, സമയം അധികമായതിൻ്റെ പ്രശ്നമാണ് ഇനിയിപ്പോൾ നിങ്ങളെ അലട്ടാൻ പോകുന്നത്. എ എഫ് സ്ക്വയർ പ്ലസ് ബി ഡി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ഈസ് ഈക്വൽ ടു എ ഇ സ്ക്വയർ പ്ലസ് സി ഡി സ്ക്വയർ പ്ലസ് ബി എഫ് സ്ക്വയർ. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ട സെക്കൻഡ് റിസൾട്ട്. അപ്പോൾ ഇതാണ് നമ്മൾ സെക്കൻഡ്. ഫസ്റ്റ് നമുക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി സെക്കൻഡ്, ഫസ്റ്റത്തെ നമ്മൾ എങ്ങനെയായിരുന്നു പ്രൂവ് ചെയ്തത്? നമ്മൾ ജസ്റ്റ് ഒ എ സ്ക്വയറിനെയും ഒ ബി സ്ക്വയറിനെയും ഒ സി സ്ക്വയറിനെയും എല്ലാം ഇത് 3 ഹൈപ്പോട്ടനസ് ആണ്. അപ്പോൾ ഡിഫറെൻറ്റ് റൈറ്റ് ട്രയാങ്കിൾ ചൂസ് ചെയ്ത് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്തു. ബാക്കി ഈ 3 ടൈം അതുപോലെ എഴുതി ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് ആർ എച്ച് എസിലോട്ട് എത്തി. ഇനി സെക്കൻഡ് റിസൾട്ട് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്: എ എഫ് സ്ക്വയർ പ്ലസ് ബി ഡി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ഇസ് ഈക്വൽ ടു ദിസ് പ്ലസ് ദി എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റത്തെ റിസൾട്ട് തന്നെ ഡിപ്പെൻഡ് ചെയ്യാൻ പോകുന്നു. എന്നിട്ട് സെക്കൻഡ് റിസൾട്ടോട്ട് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ 2-3 പ്രാവശ്യം പ്രാക്ടീസ് ചെയ്യണം. കാരണം ഇതിന് നമ്മളൊരു ഡിഫറെൻറ്റ് വേ ഓഫ് അപ്രോച്ച് ഒക്കെയാണ് ഈ ക്വസ്റ്റ്യനിൽ കൊടുക്കുന്നത്. ചിലപ്പോൾ ഇതേ ക്വസ്റ്റ്യൻ തന്നെ ആവർത്തിച്ച് ചോദിക്കാനുള്ള ചാൻസ് ബോർഡ് എക്സാമിനുണ്ട്. കാരണം നിങ്ങൾക്ക് മിക്കവാറും ബോർഡ് എക്സാമിന് ഇൻടെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും മിക്കവാറും ചോദിക്കുക. ഞാൻ കേട്ടെടുത്ത് വെച്ച് എന്ന് വെച്ചിട്ട് ഇൻടെക്സ്റ്റിനും ക്വസ്റ്റ്യൻ മാത്രം പ്രാധാന്യം കൊടുത്താൽ പറയാം, ഞാൻ പറയുവാണ്. അപ്പോൾ നമുക്ക് ഇൻടെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് ഒരുപാട് ചോദിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ സെയിം ക്വസ്റ്റ്യൻ തന്നെ റിപ്പീറ്റ് ചെയ്യാം. സോ ഞാൻ ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഫസ്റ്റത്തെ എക്സ്പ്രഷൻ നമ്മൾ ആദ്യം പ്രൂവ് ചെയ്ത് വെച്ച സാധനം തന്നെ ഡിപ്പെൻഡ് ചെയ്യാൻ പോകുന്നു. അതെന്തായിരുന്നു? അത് നമുക്കെടുക്കാം. അതായത് ഫ്രം 1 തന്നെ ഒന്നും കൂടെ എഴുതാൻ പോവാണ്. പറ. ഒ എ സ്ക്വയർ പ്ലസ് ഒ ബി സ്ക്വയർ പ്ലസ് ഒ സി സ്ക്വയർ മൈനസ് ഒ ഡി സ്ക്വയർ മൈനസ്
ഒ ഇ സ്ക്വയർ മൈനസ് ഒ എഫ് സ്ക്വയർ ഈസിക്കൽ ടു, ഇത് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്ത് വെച്ച സാധനമാണ്, അതുകൊണ്ട് അതുപോലെ നമ്മൾ എടുക്കുന്നു. സി ഒ എ സ്ക്വയർ പ്ലസ് ഒ ബി സ്ക്വയർ പ്ലസ് ഒ സി സ്ക്വയർ മൈനസ് ഒ ഡി സ്ക്വയർ മൈനസ് ഒ ഇ സ്ക്വയർ മൈനസ് ഒ എഫ് സ്ക്വയർ ഇസിക്കൽ ടു, ഇത് നമ്മൾ എ എഫ് സ്ക്വയർ ഇസിക്കൽ ബി ഡി എ എഫ് സ്ക്വയർ പ്ലസ് ബി ഡി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ, ഇത് നമ്മൾ ആദ്യം പ്രൂവ് ചെയ്ത റിസൾട്ടാണ്. ദിസ് ഈസിക്കൽ ടു ദിസ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. അതിന് ഞാൻ ഒന്നുകൂടി എടുക്കുന്നു. അതിന് ജസ്റ്റ് ഒന്ന് ആൾട്രേഷൻ ചെയ്യുന്നതിലൂടെ നമുക്ക് ഈ റിസൾട്ടിലോട്ട് എത്തിക്കാൻ പറ്റും. നമ്മൾ ആദ്യം പ്രൂവ് ചെയ്ത ഈ റിസൾട്ട് അതുപോലെ നമുക്ക് ഉപയോഗിക്കാം ഇനി, കാരണം നമ്മളത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞതാണ്. ആ റിസൾട്ടിനെ ജസ്റ്റ് ഒന്ന് ആൾട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ഈ റിസൾട്ടിലോട്ട് വരും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു കാര്യം ചെയ്യാം. ഈ എൽ എച്ച് സൈഡിലും ഈ എൽ എച്ച് എസും ആർ എച്ച് എസും നമ്മുടെ അടുത്തുണ്ട്. നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്ത റിസൾട്ടാണ് ഞാൻ പറഞ്ഞതുപോലെ. ഈ എൽ എച്ച് എസിൽ ഈ ഒ എ സ്ക്വയറും ഈ മൈനസ് ഒ എഫ് സ്ക്വയറും ഇല്ലേ എൽ എച്ച് എസിലുള്ള, അത് രണ്ടും അടുപ്പിച്ച് എഴുതിക്കോ. ഒ എ സ്ക്വയറും മൈനസ് ഒ എഫ് സ്ക്വയറും അടുപ്പിച്ച് എഴുതാം. ഓക്കെ. പ്ലസ് അടുത്തത് ഈ ഒ ബി സ്ക്വയറും ഇവിടെയുള്ള മൈനസ് ഒ ഡി സ്ക്വയറില്ലേ അതും അടുപ്പിച്ച് എഴുതിക്കേ. ഒ ബി സ്ക്വയർ മൈനസ് ഒ ഡി സ്ക്വയർ പ്ലസ് ബാക്കിയുള്ളത് ഒ സി സ്ക്വയറും മൈനസ് ഒ ഇ സ്ക്വയറും അടുപ്പിച്ചെഴുതാം. റൈറ്റ് സൈഡിൽ ഒരു മാറ്റവും അതുപോലെ തന്നെ പറ. എ എഫ് സ്ക്വയർ പ്ലസ് ബി ഡി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ആസ് ഇറ്റ് ഈസ്. റൈറ്റ് സൈഡ് വിത്തൗട്ട് എനി ചേഞ്ച് ആസ് ഇറ്റ് ഈസ്. എനി പ്രോബ്ലം? നോ. നൗ ജസ്റ്റ് സീ വാട്ട് ഈസ് ഒ എ സ്ക്വയർ മൈനസ് ഒ എഫ് സ്ക്വയർ? വാട്ട് ഈസ് ഒ എ സ്ക്വയർ മൈനസ് ഒ എഫ് സ്ക്വയർ? ഞാൻ എന്താ ചെയ്തത്, സെക്കൻഡ് റിസൾട്ട് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് റിസൾട്ട് അതുപോലെ എഴുതി ഞാൻ. എന്നിട്ട് അതിൻ്റെ എൽ എച്ച് എസ് സൈഡിൽ ചെറിയൊരു മാറ്റം വരുത്തി, ആർ എച്ച് എസ് സൈഡ് അതുപോലെ എഴുതി ഫസ്റ്റ് നമ്മൾ പ്രൂവ് ചെയ്ത റിസൾട്ടിൻ്റെ. മനസ്സിലായോ? ഇനി നമുക്ക് വേണ്ടത് മാറ്റം വരുത്തി ഇതെന്താണെന്നാണ്. എന്താണ് ഒ എ സ്ക്വയർ മൈനസ് ഒ എഫ് സ്ക്വയർ? നിങ്ങൾ നോക്കിയേ. ഇതാ ഒ എ സ്ക്വയർ മൈനസ് ഒ എഫ് സ്ക്വയർ എന്താണെന്ന് അറിയണമെങ്കിൽ ഒ എ സ്ക്വയറും ഒ എഫ് സ്ക്വയറും എവിടെയാണെന്ന് ഈ ഫിഗറിലൊന്ന് കണ്ടുപിടിച്ചേ. ഇതാണ് ഒ എ. മനസ്സിലായോ? സോറി, ഇന്നത്തെ ദിവസം എനിക്ക് ശരിയല്ലാന്ന് തോന്നുന്നു. ഈ അറേഞ്ച് ചെയ്തതിലൊരു മാറ്റം വരുത്തി ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ കിട്ടില്ല. സോറി, വെരി സോറി, വെരി 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 സോറി. ഞാൻ സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ ഒന്ന് മാറ്റി പറഞ്ഞുതരാം. സോറി കേട്ടോ, വെരി സോറി, വെരി സോറി. കാരണം എനിക്കിത് ഞാൻ ചെയ്ത് നോക്കി, വീഡിയോ പോസ്റ്റ് അടിച്ച് ചെയ്ത് നോക്കുമ്പോൾ കിട്ടില്ല റിസൾട്ട്. സോറി കേട്ടോ. ഞാൻ പറഞ്ഞ ഈ ക്വസ്റ്റ്യൻ ഇതിന് തന്നെ ഒരു സോൾവിങ് മെത്തേഡ് ഉണ്ട്. 2-3 പ്രാവശ്യം എഴുതി പഠിക്കാനാണ്, വേറെ നിവർത്തിയില്ല. ഇതാണ് സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ നമ്മൾ പ്രൂവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ്റെ റിസൾട്ട് തന്നെ നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നു. മാർക്കർ മര്യാദ തെളിയുന്നില്ല, പക്ഷേ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് സബ് ക്വസ്റ്റ്യനിൽ നമ്മൾ എടുത്ത റിസൾട്ട് എന്തായിരുന്നു ഒന്ന് പറയാൻ പറ്റുമോ? നമ്മൾ പ്രൂവ് ചെയ്ത റിസൾട്ട് അതുപോലെ എഴുതുന്നു. ഒ എ സ്ക്വയർ പ്ലസ്, അത് നമുക്ക് പ്രൂവൺ റിസൾട്ടാണ്, അതുകൊണ്ട് നമുക്ക് അതുപോലെ തന്നെ നമുക്കത് ഉപയോഗിക്കാം. ഒ എ സ്ക്വയർ പ്ലസ് ഒ ബി സ്ക്വയർ പ്ലസ്, ഇപ്പോൾ ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രൂവൺ റിസൾട്ടായിട്ടുള്ള ഫസ്റ്റ് റിസൾട്ട് ഉപയോഗിക്കുന്നു. ഒ എ സ്ക്വയർ പ്ലസ് ഒ ബി സ്ക്വയർ പ്ലസ് ഒ സി സ്ക്വയർ മൈനസ് ഒ ഡി സ്ക്വയർ മൈനസ് ഒ ഇ സ്ക്വയർ മൈനസ് ഒ എഫ് സ്ക്വയർ ഈസ് ഈക്വൽ ടു എ എഫ് സ്ക്വയർ പ്ലസ് ബി ഡി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ. ഓക്കെ, ഇത് നമ്മൾ ഓൾറെഡി പ്രൂവൺ റിസൾട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഇതുപോലെ നമുക്ക് ഉപയോഗിക്കാം. ഇനി ഇതിന് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നു. നേരത്തെ അഡ്ജസ്റ്റ് ചെയ്ത് തെറ്റിപ്പോയി, ഈ രീതിയിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്യണം. നിങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇതിൽ ഒ എ സ്ക്വയർ ഫസ്റ്റ് എൽ എച്ച് എസ് ആണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്, ആർ എച്ച് എസ് ആയിട്ട് നമ്മൾ അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യും. ഒ എ സ്ക്വയർ അതുപോലെ എഴുതി, എന്നിട്ട് ഇവിടെ നിന്നൊരു ഒ ഇ സ്ക്വയർ ഇല്ലേ, ഇത് ഒ എ സ്ക്വയറിനോട് ഇത് ചേർത്ത് എഴുതുന്നു, മൈനസ് ഒ ഇ സ്ക്വയർ. എന്നിട്ട് ഒ ബി സ്ക്വയർ എടുക്കുന്നു, അതിനോട് ചേർത്തിട്ട് നമ്മൾ ഏത് എഴുതുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒ ബി സ്ക്വയറിൻ്റെ കൂടെ ഇതാ ഈ മൈനസ് ഒ എഫ് സ്ക്വയർ ഇല്ലേ അത് എഴുതുന്നു, പ്ലസ് ഈ ഒ സി സ്ക്വയറിൻ്റെ കൂടെ മൈനസ് ഒ ഡി സ്ക്വയർ ചൂസ് ചെയ്യുന്നു. ദാറ്റ് മീൻസ് എൽ എച്ച് എസ് ജസ്റ്റ് നമ്മളൊന്ന് അറേഞ്ച് ചെയ്തു. നമ്മുടെ പ്രൂവൺ റിസൾട്ട് നമ്മൾ എടുക്കുന്നു. ഇതാണ് നമ്മുടെ പ്രൂവ് ചെയ്യേണ്ടത്. അത് നിങ്ങൾ മറന്നേക്കണ്ട, അവിടെ വെച്ചേക്കൂ. നമ്മൾ ഓൾറെഡി പ്രൂവ്ഡ് ആയിട്ടുള്ള റിസൾട്ട് എൽ എച്ച് എസും ആർ എച്ച് എസും ചേർത്ത് എഴുതാം. കാരണം എൽ എച്ച് എസും ആർ എച്ച് എസും ചേർത്ത് എഴുതാൻ കാരണം ഇത് പ്രൂവൺ റിസൾട്ടാണ്. അതിൻ്റെ എന്ത് ചെയ്യുന്നു, എൽ എച്ച് എസിൽ കുറച്ചിങ്ങനെ മാറ്റങ്ങൾ വരുത്തുന്നു. ഇതിൻ്റെ കൂടെ ഈ ടൈമും ഒ ബി സ്ക്വയറിൻ്റെ കൂടെ ഈ ടൈമും ഒ സി സ്ക്വയറിൻ്റെ കൂടെ മൈനസ് ഒ ഡി സ്ക്വയർ അങ്ങനെ എഴുതുന്നു. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് റീ അറേഞ്ച് ചെയ്യുന്നു. ആർ എച്ച് എസ് ആസ് ഇറ്റ് ഈസ് എ എഫ് സ്ക്വയർ പ്ലസ് ബി ഡി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ആസ് ഇറ്റ് ഈസ്. ഓക്കെ, ഇനി നിങ്ങൾ നോക്കാം, വാട്ട് ഈസ് ഒ എ സ്ക്വയർ മൈനസ് ഒ ഇ സ്ക്വയർ?
വാട്ട് ഈസ് ഒ എ സ്ക്വയർ മൈനസ് ഒ ഇ സ്ക്വയർ. അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ ഫിഗർ എടുക്കാം. നമുക്ക് എന്താണ് വേണ്ടത്? വി നീഡ് ഒ എ സ്ക്വയർ മൈനസ് ഒ ഇ സ്ക്വയർ അല്ലേ. ഒ എ സ്ക്വയർ മൈനസ് ഒ ഇ സ്ക്വയർ എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഒ എ സ്ക്വയർ മൈനസ് ഒ ഇ സ്ക്വയർ. ദിസ് ഈസ് ഒ എ, ദിസ് ഈസ് ഒ ഇ. ഒ എ സ്ക്വയർ മൈനസ് ഒ ഇ സ്ക്വയർ എന്തായിരിക്കും? അതറിയണമെങ്കിൽ ഈ ട്രയാങ്കിൾ ഒന്ന് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്ത് നോക്കി. ഈ ട്രയാങ്കിളിൽ ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ ഇസ് ഈക്വൽ ഹൈപ്പോട്ടനസ് സ്ക്വയർ എന്നല്ല. അതായത് ഹൈപ്പോട്ടനസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ എ സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ ഇ ഒ സ്ക്വയർ. നോക്കുക, ഒന്നുകൂടെ നോക്കാം. ഈ ട്രയാങ്കിളിൽ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാം. സോ ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹൈപ്പോട്ടനസ് സ്ക്വയർ. സോ ഹൈപ്പോട്ടനസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ ആണ് അപ്ലൈ ചെയ്തേക്കുന്നത്. ഈ ട്രയാങ്കിൾ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാം. അതിൽ നിന്നും നമുക്ക് വേണ്ടത് എന്താണ്? ഒ എ സ്ക്വയർ മൈനസ് ഒ ഇ സ്ക്വയർ അല്ലേ വേണ്ടത്. ഇതാണ് ഒ എ സ്ക്വയർ. എ സ്ക്വയറിന് ഒ എ സ്ക്വയർ എന്ന് എഴുതാലോ, ഒ എ സ്ക്വയർ. ഇനി ഈ എ സ്ക്വയർ ലെഫ്റ്റ് സൈഡിലോട്ട് എടുക്കുക. അപ്പം മൈനസ് എന്തായി? എ സ്ക്വയർ ഇസിക്കൽ എന്ത് വരും? സോറി, അതാണ് വേണ്ടത് നമുക്ക്. ഒ എ സ്ക്വയർ മൈനസ് ഒ ഇ സ്ക്വയർ ആണ് വേണ്ടത്. സോറി, അതായത് ഈ എ സ്ക്വയർ അഥവാ ഒ എ സ്ക്വയർ അതുപോലെ നിർത്തുന്നു. ഈ ഇ ഒ സ്ക്വയർ അതിനെ ലെഫ്റ്റ് സൈഡിലോട്ട് എടുക്കുക. ഇ ഒ സ്ക്വയർ എന്ന് വെച്ചാൽ ഒ ഇ തന്നെയാണ്. സോ ഇ ഒ സ്ക്വയറിനെ ലെഫ്റ്റ് സൈഡിലോട്ട് എടുക്കുമ്പോൾ മൈനസ്, സോറി, ഒ എ സ്ക്വയർ അതുപോലെ നിർത്തുന്നു. ഈ ഇ ഒ സ്ക്വയറിനെ ലെഫ്റ്റ് സൈഡിലോട്ട് എടുക്കുമ്പോൾ മൈനസ് ഇ ഒ സ്ക്വയർ. ഇ ഒ സ്ക്വയർ ഈസ് ഈക്വൽ ടു വാട്ട്? റൈറ്റ് സൈഡ് ആസ് ഇറ്റ് ഈസ് എ സ്ക്വയർ. അതായത് റൈറ്റ് സൈഡിലുള്ള എ സ്ക്വയർ അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്നു, ലെഫ്റ്റ് സൈഡിലുള്ളത് ഒ എ സ്ക്വയർ അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഇത് ഇങ്ങോട്ട് ലെഫ്റ്റ് സൈഡിലോട്ട് എടുക്കുന്നു. അതായത് ഒ എ സ്ക്വയർ മൈനസ് ഇ ഒ സ്ക്വയർ അല്ലേ. എന്താണ് ഒ എ സ്ക്വയർ മൈനസ് ഇ ഒ എന്ന് വെച്ചാൽ ഒ ഇ, രണ്ടും ഒന്ന് തന്നെയാണ്. അതായത് ഇപ്പം നമുക്ക് മനസ്സിലായ എന്താണ്? ഒ എ സ്ക്വയർ മൈനസ് ഒ ഇ സ്ക്വയർ എന്ന് വെച്ചാൽ എന്തായിരിക്കും? എന്താ എ സ്ക്വയർ. ഒ എ സ്ക്വയർ മൈനസ് ഒ ഇ, ദിസ് ഈസ് യു ക്യാൻ റീഡ് ഇറ്റ് ആസ് ഒ ഇ ഓൾസോ. ഒ ഇ സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്തെന്ന് വന്നു? എ ഇ സ്ക്വയർ. അതായത് ഒ എ സ്ക്വയർ മൈനസ് ഒ ഇ സ്ക്വയറിനെ എ ഇ സ്ക്വയർ എന്ന് റീപ്ലേസ് ചെയ്യാം. ദാറ്റ് മീൻസ് വി ആർ റീപ്ലേസിങ് ഒ എ സ്ക്വയർ മൈനസ് ഒ ഇ സ്ക്വയർ ആസ് വാട്ട്? എ ഇ സ്ക്വയർ. യു മേ അണ്ടർസ്റ്റുഡ് നോ? എ ഇ സ്ക്വയർ ഇസ് ഈക്വൽ പ്ലസ് വാട്ട് ഈസ് ഒ ബി സ്ക്വയർ മൈനസ് ഒ എഫ് സ്ക്വയർ? ഒ ബി സ്ക്വയർ മൈനസ് ഒ എഫ് സ്ക്വയർ. ഒ ബി സ്ക്വയർ മൈനസ് ഒ എഫ് സ്ക്വയർ അറിയണമെങ്കിൽ ഒ ബിയും ഒ എഫും ഉള്ള എന്താണ് നമുക്ക് അറിയേണ്ടത്? ഒ ബി സ്ക്വയർ മൈനസ് ഒ എഫ് സ്ക്വയർ എന്താണെന്നാണ് അറിയേണ്ടത്. ഒ ബി സ്ക്വയർ മൈനസ് ഒ എഫ് സ്ക്വയർ എന്താണെന്ന് അറിയണമെങ്കിൽ ഒ ബിയും ഒ എഫും ഉള്ള റൈറ്റ് ട്രയാങ്കിൾ ചൂസ് ചെയ്യാം. ഒ ബിയും ഒ എഫും ഉള്ള റൈറ്റ് ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ എവിടെ ഒ ബി? ഇതാ ഒ ബി ഒ എഫ്. ഈ റൈറ്റ് ട്രയാങ്കിൾ ചൂസ് ചെയ്യാം. ഈ റൈറ്റ് ട്രയാങ്കിൾ, ഈ ചെറിയ റൈറ്റ് ട്രയാങ്കിൾ, ഇതാ ഈ ചെറിയ റൈറ്റ് ട്രയാങ്കിൾ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഒ ബിയും ഒ എഫും ഉള്ള ഈ ചെറിയ റൈറ്റ് ട്രയാങ്കിൾ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്താൽ എന്ത് വരും? ഹൈപ്പോട്ടനസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ കൊടുത്തു കഴിഞ്ഞാൽ പറയൂ, ഒ ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു പറ. ഒ ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു ഒ എഫ് സ്ക്വയർ പ്ലസ് എഫ് ബി സ്ക്വയർ. ഒ എഫ് സ്ക്വയർ പ്ലസ് എഫ് ബി സ്ക്വയർ. നമുക്ക് വേണ്ടത് എന്താണ്? ഒ ബി സ്ക്വയർ മൈനസ് ഒ എഫ് സ്ക്വയർ ആണ്. അപ്പോൾ നോക്കി, ഈ റൈറ്റ് സൈഡിൽ ഒ ബി സ്ക്വയർ അതുപോലെ നിർത്തുക. ഈ ലെഫ്റ്റ് സൈഡിൽ ഒ ബി സ്ക്വയർ അതുപോലെ നിർത്തുക. റൈറ്റ് സൈഡിൽ നിന്ന് ഒ എഫ് സ്ക്വയർ ലെഫ്റ്റ് സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ മൈനസ് ഒ എഫ് സ്ക്വയർ ഈസ് ഈക്വൽ എന്ത് വരും? എഫ് ബി സ്ക്വയർ. ദാറ്റ് മീൻസ് യു ക്യാൻ റീപ്ലേസ് ഒ ബി സ്ക്വയർ മൈനസ് ഒ എഫ് സ്ക്വയർ ആസ് എഫ് ബി സ്ക്വയർ. സോ യു ക്യാൻ റീപ്ലേസ് ഒ ബി സ്ക്വയർ മൈനസ് ഒ എഫ് സ്ക്വയർ ആസ് എഫ് ബി സ്ക്വയർ. അതല്ല ഇപ്പോൾ അതിൽ നിന്ന് മനസ്സിലായ. സിമിലർലി ഇത് ഞാൻ റീപ്ലേസ് ചെയ്യാൻ പോകണം. നിങ്ങൾ മനസ്സിലാക്കിക്കോളാം. നിങ്ങൾ ഫിഗറിൽ ഐഡൻറ്റിഫൈ ചെയ്തോളാം എങ്ങനെയാണ് വന്നതെന്ന്. ഒ സി സ്ക്വയർ മൈനസ് ഒ ഡി സ്ക്വയർ. ഒ സി സ്ക്വയർ മൈനസ് ഒ ഡി സ്ക്വയർ വിൽ ബി ഡി സി സ്ക്വയർ. സോ ലെഫ്റ്റ് സൈഡ് ഇങ്ങനെ മാറി. റൈറ്റ് സൈഡ് ആസ് ഇറ്റ് ഈസ് അതുപോലെ എ എഫ് സ്ക്വയർ പ്ലസ് ബി ഡി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ. ഹെൻസ് ദ പ്രൂഫ്. യു ജസ്റ്റ് ചെക്ക് ഇറ്റ് ഔട്ട്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്തായിരുന്നു? പ്രൂവ് ചെയ്യേണ്ടത് ഇതാണ്. എ എഫ് സ്ക്വയർ പ്ലസ് ബി ഡി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ഈസ് ഈക്വൽ ടു എ ഇ സ്ക്വയർ പ്ലസ് സി ഡി സ്ക്വയർ പ്ലസ് ബി എഫ് സ്ക്വയർ. വി പ്രൂവ്ഡ്. സോ ദിസ് ഈസ് ഇറ്റ്. This is the way of proof. One more method is that I think two more methods are there. So you just try to identify the other methods. This is one among them. You may understood, no? ക്വസ്റ്റ്യൻ നമ്പർ 9 നമ്മൾ സോൾവ് ചെയ്തതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഹോംവർക്ക് തന്നിരുന്നു, ഞാൻ എൻ്റെ ഹിൻസൊക്കെ തന്നിട്ട് അത് ജസ്റ്റ് ഒരു ട്രയാങ്കിൾ വരച്ച് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാനുള്ളൂ. ക്വസ്റ്റ്യൻ നമ്പർ 9 നമ്മൾ ചെയ്തതാണെന്നാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. ഓക്കെ, സോ മൂവിങ് ടു ദ ക്വസ്റ്റ്യൻ നമ്പർ 10 നൗ. എ ബോയ് എന്നല്ല, സി എ വയർ അറ്റാച്ച്ഡ് ടു എ വെർട്ടിക്കൽ പോൾ. അതായത് ഒരു വെർട്ടിക്കൽ പോൾ ഉണ്ട്. ആ വെർട്ടിക്കൽ പോൾ ഓഫ് ഹൈറ്റ് 18 മീറ്റർ. അതായത് ഒരു നേരെ നിൽക്കുന്ന, വെർട്ടിക്കലായിട്ട് നിൽക്കുന്ന, അതായത് ഇത് ഗ്രൗണ്ട് ആണെങ്കിൽ ഇത് വെർട്ടിക്കൽ പോൾ എന്ന് പറയാൻ ആ പോളിൻ്റെയും ഗ്രൗണ്ടിൻ്റെ ഇടയ്ക്ക് 90 ഡിഗ്രി ആയിരിക്കും ആംഗിൾ. അതുകൊണ്ടാണ് ഇതിന് വെർട്ടിക്കൽ പോൾ എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് ഹൈറ്റ് ഇസ് ഗിവൺ ആസ് വാട്ട് 18 മീറ്റർ. അതിൻ്റെ ഹൈറ്റ് വന്നിട്ടുണ്ട് 18 മീറ്റർ. അപ്പം ഒരു വയർ ഇതിൻ്റെ എന്താണ്
ഈ വെർട്ടിക്കൽ പോളുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഒരു വയർ. ഓക്കെ, വയർ. ഓക്കെ, ആൻഡ് that wire's length is given as 24 meter. You just read the question. A wire attached to a vertical pole of height 18 meter വിത്ത് ലെങ്ത്ത് 24 മീറ്റർ എന്ന് വെച്ചാൽ ആ വയറിൻ്റെ ലെങ്ത്താണ് 24 മീറ്റർ. അത് 24 മീറ്റർ ഉള്ളൊരു വയർ ഈ ഇപ്പോൾ നിങ്ങൾ നോക്കിയാളാം. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മൾ ഒരു എന്താ പറയുക, ഇലക്ട്രിക് പോസ്റ്റ് അല്ലേ, അതിലൊരു സ്റ്റേ കൊടുക്കൂലേ, ഇലക്ട്രിക് പോസ്റ്റിന് ഒരു സ്റ്റേ. അങ്ങനെ ഇലക്ട്രിക് പോസ്റ്റിൻ്റെ മുകളിൽ നിന്നൊരു കമ്പി ഇങ്ങനെ നമ്മുടെ തറയിലോട്ട് ഇങ്ങനെ കെട്ടി വെക്കും. ആ ഇലക്ട്രിക് പോസ്റ്റിൻ്റെ ഒരു ഉറപ്പിന് വേണ്ടിയിട്ട് ഒരു വയർ ഇങ്ങനെ ഒരു കമ്പി വലിച്ചു കിട്ടും. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണെന്ന് വിചാരിച്ചോളൂ. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണിത്. സോ 18 മീറ്റർ ഹൈറ്റുള്ള ഒരു പോളിൻ്റെ മുകളിൽ നിന്നും ഒരു വയർ, 24 മീറ്റർ ലെങ്ത്തുള്ള ഒരു വയർ എന്ത് ചെയ്യുന്നു, ഹാസ് എ സ്റ്റാക്ക് അറ്റാച്ച്ഡ് ടു ദ അതർ എൻഡ്. ഓക്കെ, 24 മീറ്റർ 18 മീറ്റർ ഉയരമുള്ള ഒരു പോളിൻ്റെ മുകളിൽ നിന്നും ഒരു വയർ വിത്ത് ലെങ്ത് 24 മീറ്റർ അതിങ്ങനെ കെട്ടിവെച്ചിരിക്കുന്നു. അതെങ്ങനെയാണ് ഭൂമിയിലോട്ട് കെട്ടിവെച്ചിരിക്കുന്നത്, എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായി ക്വസ്റ്റ്യനിൽ നിന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ലൈൻ വായിച്ചാൽ മനസ്സിലാവും. ഹൗ ഫാർ ഫ്രം ദ ബേസ് ഓഫ് ദ പോൾ ഷുഡ് ദ സ്റ്റാക്ക് ബി ഡ്രിവൺ സോ ദാറ്റ് ദ വയർ വിൽ ബി ടോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഈ വയർ 24 മീറ്റർ ലെങ്ത്തുള്ള വയറുണ്ട്. ആ വയർ ഇങ്ങനെ ടൈറ്റായിട്ട്, ഈ ക്വസ്റ്റ്യൻ കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. ഇത്രേ ഉള്ളൂ പരിപാടി. ഒരു 18 മീറ്റർ ഉയരമുള്ള ഒരു പോസ്റ്റ്, അതിൻ്റെ മുകളിൽ നിന്നൊരു വയർ വെച്ചേക്കുന്നു. ആ വയറിന് ലെങ്ത്ത് 24 മീറ്റർ ഉണ്ട്. ആ വയർ നല്ലതുപോലെ വലിച്ച് ടൈറ്റാക്കി ഭൂമിയിലോട്ട് കെട്ടണം. ഓക്കെ, അപ്പം 24 മീറ്ററിൻ്റെ ലെങ്ത്താണ് വയറെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ പോസ്റ്റിൻ്റെ ഹൈറ്റ് തന്നിട്ടുണ്ട്. എവിടെയാണ് ഭൂമിയിൽ ഇങ്ങനെ സ്റ്റാക്ക് ചെയ്തേക്കുന്നത് ആ പോയിൻ്റാണ് എവിടെ നിന്ന് ഈ പോസ്റ്റിൻ്റെ ഹൗ ഫാർ ഫ്രം ദ ബേസ് ഓഫ് ദ പോൾ ഷുഡ് ദ സ്റ്റാക്ക് ബി ഡ്രിവൺ സോ ദാറ്റ് ദ വയർ വിൽ ബി ടോട്ട്. അതായത് ഇലക്ട്രിക് പോസ്റ്റിൻ്റെ ബേസ്, ഈ വയർ ഇങ്ങോട്ട് കെട്ടിയതിൽ നിന്നും എത്ര അകലത്തിലാണെന്നാണ് ക്വസ്റ്റ്യൻ. ലെറ്റ് ഇറ്റ് ബി സം എക്സ്, അത്രേ ഉള്ളൂ. Okay, and we are supposed to calculate the value of x. How we can calculate the value of x? So you write all the things. Height of the electric pole is given and the length of the wire is given, and we are supposed to calculate. If it is ABC, we are supposed to calculate AB. You are supposed to write all those things, and here you just apply which theorem? Pythagoras theorem, because it's a right triangle. When you apply Pythagoras theorem, hypotenuse square is equal to base square plus height square, so it becomes 24 square is equal to x square plus 18 square. In this way you will get the value of x square as 24 square minus 18 square, and so that implies x square is equal to here you can use a square minus b square property, that is a plus b into a minus b. That means 24 plus 18 into 24 minus 18. So we will get the value of x square as, what is 24 plus 18? 42 into 6. And so what will be x? X will be 42 into 6 in the square root. 42 into 6 in the square root എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം പറയാൻ പറ്റും നിങ്ങൾക്ക്? See, can you write 42 as 7 into 6? Of course. So replace 42 as 7 into 6 and 6 as it is. ഈ 6 അതുപോലെ എഴുതാം. 42 7 into 6 എന്ന് എഴുതാമല്ലോ. യെസ്, ഇത് നിങ്ങൾ സ്ക്വയർ റൂട്ട് എന്ന് കാൽക്കുലേറ്റ് ചെയ്തേ. വാട്ട് ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് 6 into 6? പിന്നെ സ്ക്വയർ റൂട്ടിനുള്ളിൽ 7 ഉണ്ടാവുള്ളൂ, സ്ക്വയർ റൂട്ട് ഓഫ് 7. സോ ഫൈനൽ വാല്യൂ സ്ക്വയർ റൂട്ട് 6√7 വിൽ ബി ദ ആൻസർ. വൺസ് അഗൈൻ ഇങ്ങനെ കിട്ടിയല്ലോ നിങ്ങൾക്ക്. അതിനെന്തായാലും ഞാൻ സ്ക്വയർ റൂട്ട് കാൽക്കുലേറ്റിന് വേറെ ഈസി മെത്തഡാണ് ഞാൻ പറയുന്നത്. 42 എനിക്ക് 7 into 6 എന്ന് എഴുതിക്കൂടെ? 7 6 42. ഈ 6 അതുപോലെ എഴുതി സ്ക്വയർ റൂട്ടിൻ്റെ ഉള്ളിൽ. ഓക്കെ, സ്ക്വയർ റൂട്ട് ഓഫ് 42 into 6 ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സ്ക്വയർ റൂട്ട് ഓഫ് 42 7 into 6 എന്ന് എഴുതി, ഈ 6 അതുപോലെ എഴുതി. എന്നിട്ട് സ്ക്വയർ റൂട്ട് അപ്ലൈ ചെയ്യുക. വാട്ട് ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് 6 into 6? 6. പിന്നെ ബാക്കിയുള്ള സ്ക്വയർ റൂട്ട് ഓഫ് 7 അല്ലേ? അപ്പോൾ 6√7 വിൽ ബി ദ ആൻസർ. സോ ദ റിക്വയർഡ് ലെങ്ത് വിൽ ബി 6√7 meter. This is the final answer for the question. Moving to the next question. See, 11th question. We are moving to the 11th question. So we have discussed question number 10. Now it's time to question number 11. An aeroplane leaves an airport and flies due north at a speed of 1000 km/h. At the same time, another aeroplane leaves the same airport and flies due to west direction at a speed of 1200 km/h. How far apart will be the two planes after 1.5 hours? This is your question. Let me explain the question by drawing a figure. ഈ ക്വസ്റ്റ്യൻ എനിക്ക് പറ്റാവുന്നതുപോലെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം, ബിക്കോസ് ദിസ് ഈസ് വൺ ഓഫ് ദ സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ, വൺ among the സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ. ഓക്കെ,
ആൻഡ് 11th ക്വസ്റ്റ്യൻ സേസ് ദാറ്റ്, അപ്പോൾ ഇതിൽ കുറച്ച് നോർത്ത് പിന്നെ വെസ്റ്റ് നോർത്ത് അങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ അതെന്തൊക്കെയാണ് ഡിറക്ഷൻസ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ പറയാം. എവിടെയാണ് നോർത്ത്, എവിടെയാണ് വെസ്റ്റ്, അതിൻ്റെ ഒരു ഡിറക്ഷൻ്റെ ഒരു ഡയഗ്രം ഉണ്ട്. ജസ്റ്റ് ഞാനൊന്ന് വരയ്ക്കാം. സോ ഇവിടെയാണ് നമ്മൾ നോർത്ത് അടയാളപ്പെടുത്തുക. ഓക്കെ, നോർത്ത് ഇവിടെയാണെങ്കിൽ ഇവിടെയായിരിക്കും എന്ത്, സൗത്ത്. ഇവിടെയാണ് നമ്മുടെ കിഴക്ക് ഈസ്റ്റ്, ആൻഡ് ഇവിടെയാണ് നമ്മുടെ പടിഞ്ഞാറ് വെസ്റ്റ്. ഇങ്ങനെയാണ് നോർമലി ഒരു ഡയഗ്രം ഉണ്ടാവുക. നോർത്ത് ഇവിടെയാണെങ്കിൽ, അതായത് എൻ്റെ മുൻഭാഗമാണ് നോർത്തായിട്ട് ഞാൻ സെറ്റ് ചെയ്യുന്നതെങ്കിൽ എൻ്റെ പുറഭാഗം സൗത്തും ആയിരിക്കും. എൻ്റെ റൈറ്റ് സൈഡ് ഈസ് ഈസ്റ്റ് ആൻഡ് ലെഫ്റ്റ് സൈഡ് ഈസ് വെസ്റ്റ്. അങ്ങനെയുള്ള രീതിയിലാണ് അറേഞ്ച് ചെയ്യുക. നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. ഓക്കെ, ഒരു എയർപോർട്ട് വേണം അല്ലേ? നമ്മൾ ചെറിയൊരു എയർപോർട്ട് വരയ്ക്കാം. സി, ഇതാണ് എയർപോർട്ട്. മനസ്സിലായോ? ദിസ് ഈസ് വാട്ട് ഈസ് യുവർ എയർപോർട്ട്. വളരെ വൃത്തിയായിട്ട് വേണമെങ്കിൽ നമുക്ക് എഴുതി കളയാം. എയർപോർട്ട്. ഇവിടെ നിന്ന് 2 എയ്റോപ്ലെയിൻ എങ്ങോട്ട് പോവാണ്? ഒരു എയ്റോപ്ലെയിൻ, ആൻ എയ്റോപ്ലെയിൻ ലീവ്സ് ആൻ എയർപോർട്ട് ആൻഡ് ഫ്ലൈസ് ഡ്യൂ ടു നോർത്ത്. ഒരു എയ്റോപ്ലെയിൻ നോർത്ത് ഡയറക്ഷനിലോട്ട് പോകുന്നു. പോയിക്കോട്ടെ. ഇവിടുന്ന് എയ്റോപ്ലെയിനിൽ നിന്ന്, റൺവേയിൽ നിന്ന് എയ്റോപ്ലെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നു, എന്നിട്ട് എന്ന് പറഞ്ഞിട്ട് നോർത്ത് ഡയറക്ഷനിൽ പോകുന്നു. ദെൻ ഓക്കെ, ഇപ്പോൾ നോർത്ത് ഡയറക്ഷനിലോട്ട് പോകുന്ന എയ്റോപ്ലെയിൻ്റെ ഫിഗർ ഞാൻ വരയ്ക്കാം. ഇത് നോർത്തിലോട്ട് പോകട്ടോ. നിങ്ങൾ വിചാരിക്കുന്നത് മീനാണെന്ന്. ഇത് മീനല്ല, എയ്റോപ്ലെയിനാണ്. ഓക്കെ, എങ്ങനെയുണ്ട്? സോ ദിസ് ഈസ് ദ എയ്റോപ്ലെയിൻ ടുവേഡ്സ് നോർത്ത് ഡയറക്ഷൻ. അതിൻ്റെ സ്പീഡ് എന്താ? ചില്ലറ സ്പീഡിലൊന്നും അല്ല പോകുന്നത്, നോർത്ത് ഡയറക്ഷനിലോട്ട്. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കട്ടെ, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനോടൊപ്പം. അതിൻ്റെ സ്പീഡ് ഈസ് ഗിവൺ ആസ് വാട്ട്? 1000 km/h. 1 മണിക്കൂറിൽ 1000 കിലോമീറ്റർ വേഗതയിലാണ്. 1 മണിക്കൂറിൽ ഈ വിമാനം 1000 കിലോമീറ്റർ കവർ ചെയ്യും. അതാണ് 1000 km/h. ആ സ്പീഡിലാണ് ട്രാവൽ ചെയ്യുന്നത്. ഓക്കെ, ഇനി അറ്റ് ദ സെയിം ടൈം, ഇവൻ പറന്നു പോയ അതേ സമയത്ത് നിന്ന്, ഇവൻ ഡിപ്പാർച്ചർ ചെയ്ത അതേ ടൈമിൽ നിന്ന്, ഇവൻ എപ്പോൾ പുറപ്പെട്ടോ അതേ ടൈമിൽ നിന്നും വേറൊരു വിമാനം എങ്ങോട്ട് പോകുന്നു? അറ്റ് ദ സെയിം ടൈം അനദർ എയ്റോപ്ലെയിൻ ലീവ്സ് ദ സെയിം എയർപോർട്ട് ആൻഡ് ഫ്ലൈസ് ഡ്യൂ ടു വിച്ച് ഡയറക്ഷൻ? വെസ്റ്റ്. വെസ്റ്റ് ഡയറക്ഷനിലോട്ട് വിമാനം പുറപ്പെട്ടു, വേറൊരു വിമാനം. ഓക്കെ, വേറൊരു വിമാനം വെസ്റ്റ് ഡയറക്ഷനിലോട്ട് പോയി. പോട്ടെ ചക്കൻ, അവൻ്റെ സ്പീഡ് എന്താണ് പറയുന്നത്? ഇറ്റ്സ് സ്പീഡ് ഈസ് ഗിവൺ വാട്ട്? സ്പീഡ് ഈസ് ഗിവൺ 1200 km/h. അതായത് 1 മണിക്കൂറിൽ 1200 കിലോമീറ്ററാണ് അവൻ്റെ സ്പീഡ്. എങ്കിൽ ഹൗ ഫാർ എപ്പാർട്ട് വിൽ ബി ദ 2 planes ആഫ്റ്റർ 1.5 hours? അപ്പം ഉദാഹരണത്തിന് ഞാൻ ഒന്നുകൂടെ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. എയർപോർട്ടിൽ ഞാനുണ്ട്. ഓക്കെ, ഞാനുണ്ടെന്ന് വിചാരിക്കുക. ഞാനാണിത്. എനിക്ക് ഉദാഹരണത്തിന് എൻ്റെ ഭാര്യയും മകനുമാണെന്ന് വിചാരിച്ചോളൂ. എൻ്റെ ഭാര്യ ഈ എയ്റോപ്ലെയിനിൽ നോർത്ത് ഡയറക്ഷനിലോട്ട് പോയി, എൻ്റെ മകൻ ഈ എയ്റോപ്ലെയിനിൽ വെസ്റ്റ് ഡയറക്ഷനിലോട്ട് പോകും. ഞാനവിടെ ക്ലോക്കും പിടിച്ചിട്ടിരിക്കുക. ഓക്കെ, എൻ്റെ കയ്യിലൊന്നുണ്ട്, വാച്ചുണ്ട് അല്ലെങ്കിൽ ക്ലോക്ക് ഉണ്ട്. അപ്പോൾ 2 പേരും ഒരേ സമയത്താട്ടോ പുറപ്പെട്ടത്. എന്നിട്ട് 2 പേരും 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ 1.5 മണിക്കൂർ സമയം കഴിഞ്ഞപ്പോൾ ഞാൻ ഇവരെ 2 പേരെയും വിളിച്ചു. മനസ്സിലായോ? ഇപ്പം ഞാനിവിടെ നിൽക്കുന്നു, എൻ്റെ കയ്യിൽ വാച്ചുണ്ട്. ഇവർ 2 പേരും ഒരു സമയത്ത് തന്നെ, ഒരുത്തിന് ഇങ്ങോട്ടും പോയി, ഒരുത്തിന് എൻ്റെ വൈഫ് ഇങ്ങോട്ടും പോയി, എൻ്റെ മോൻ ഇങ്ങോട്ടും പോയി. 2 പേര് 2 വഴിക്കായി, ഞാൻ മാത്രം ഒറ്റയ്ക്കായി. ഓക്കെ, എയർപോർട്ടിൽ ഞാനിങ്ങനെ നിൽക്കുന്നു. അപ്പം എന്താണ്, ഒരു രസത്തിന് 1.5 മണിക്കൂർ കഴിഞ്ഞപ്പം, എത്ര മണിക്കൂർ കഴിഞ്ഞപ്പം? 1.5 മണിക്കൂർ കഴിഞ്ഞപ്പം ഞാൻ ഇവരെ 2 പേരെയും വിളിച്ചു. അപ്പം എൻ്റെ വൈഫ് പറഞ്ഞു, ഷിബിൻ, ഞാനിപ്പം എ എന്ന് പറയുന്ന പൊസിഷനിലെത്തി. ആകാശത്താണ് ഇപ്പം 37 ഉള്ളത്, എ എന്ന് പറയുന്ന പൊസിഷനിലാണ് ഇപ്പം ഉള്ളത് എന്ന് വിചാരിക്കുക. 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ഞാൻ വിളിച്ചു ചോദിക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ എ എന്ന് പറയുന്ന പൊസിഷനിൽ ചിഞ്ചു എത്തി എന്ന് വിചാരിക്കുക. അപ്പോൾ 1.5 മണിക്കൂറിന് ശേഷം എൻ്റെ മോൻ എന്താവും? ചിഞ്ചു എത്തിയതിനേക്കാൾ കുറച്ചും കൂടെ അപ്പുറത്തുണ്ടാകും. കാരണം എന്താ, മോൻ ട്രാവൽ ചെയ്യുന്ന സ്പീഡ് എത്രയാണ്? 1200 km/h. അപ്പോൾ മോൻ എന്നോട് പറഞ്ഞു, അപ്പായി എന്നാണ് എന്നെ വിളിക്കുന്നത്. മൂപ്പർ എന്നോട് പറഞ്ഞു ബിയിലെത്തി എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? എങ്കിൽ എൻ്റെ മോനും മകനും തമ്മിൽ, എൻ്റെ വൈഫും എൻ്റെ മകനും തമ്മിൽ എത്ര ഡിസ്റ്റൻസ് ഉണ്ടെന്ന് ഞാൻ മെഷർ ചെയ്യാൻ പോവാണ്. അതായത് ഏത് ഡിസ്റ്റൻസ് ആയിരിക്കും എൻ്റെ വൈഫും മകനും തമ്മിലുള്ള ഡിസ്റ്റൻസ് എനിക്ക് കിട്ടുക? 1.5 മണിക്കൂറിന് ശേഷം വൈഫ് എ എന്ന് പറയുന്ന പോയിന്റിലും 1.5 മണിക്കൂറിന് ശേഷം എൻ്റെ മകൻ ബി എന്ന് പറയുന്ന പോയിന്റിലുമാണ് നിൽക്കുന്നത്. അവർ തമ്മിൽ ഇപ്പോൾ എത്ര ഡിസ്റ്റൻസ് ഉണ്ടാവും? ദിസ് എ ബി വിൽ ഗീവ് ദാറ്റ് ഡിസ്റ്റൻസ്.
അപ്പോൾ എ ബി ആണ് എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഹൗ ഫാർ എപ്പാർട്ട് വിൽ ബി ദ ടു പ്ലെയിൻസ് ആഫ്റ്റർ 1.5 hours എന്ന് വെച്ചാൽ 1.5 മണിക്കൂറിന് ശേഷം ഈ പ്ലെയിനും 1.5 മണിക്കൂറിന് ശേഷം ഈ പ്ലെയിൻ എയിലാണ് 1.5 മണിക്കൂറിന് ശേഷം എന്ന് വിചാരിക്കുക, ഈ പ്ലെയിൻ ബിയിലാണെന്ന് വിചാരിക്കുക. ദെൻ വി ആർ സപ്പോസ് ടു കാൽക്കുലേറ്റ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ ടു ബി. അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഈ ഒരു ട്രയാങ്കിൾ ചൂസ് ചെയ്താൽ പോലെ ലെറ്റ് ഇറ്റ് ബി എ ബി ഒ എന്ന് പറയുന്നത് റൈറ്റ് ട്രയാങ്കിൾ അല്ലേ? ഓഫ് കോഴ്സ് ദിസ് ഇസ് 90 ഡിഗ്രി. ഈ റൈറ്റ് ട്രയാങ്കിളിലെ ഹൈപ്പോട്ടനിസ് അല്ലേ എ ബി? സോ ഹൈപ്പോട്ടനിസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ അപ്ലൈ ചെയ്താൽ പോരെ? മതി. പക്ഷേ നമുക്കൊരു കാര്യം വേണം. ഹൈപ്പോട്ടനിസ് സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ, ഞാൻ ഇനിയും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഹൈപ്പോട്ടനിസ് സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ബേസും ഹൈറ്റും വേണം. അപ്പോൾ ബേസിൻ്റെ ലെങ്ത്ത് വേണം, ഹൈറ്റിൻ്റെ ലെങ്ത്ത് വേണം. ഈ തന്നിരിക്കുന്നത് ലെങ്ത് ആണോ? ഇറ്റ് ഈസ് സ്പീഡ്, ഇറ്റ് ഈസ് നോട്ട് ദ ഡിസ്റ്റൻസ്, ഇറ്റ് ഈസ് സ്പീഡ്. അപ്പം ബി ഒ ഇസിക്കൽ 1200 എന്നും ഒ എ ഇസിക്കൽ 1000 എന്നും എഴുതാൻ പറ്റുമോ? ഇല്ല, ബിക്കോസ് ഇറ്റ് ഈസ് സ്പീഡ്, ഇറ്റ് ഈസ് നോട്ട് ഡിസ്റ്റൻസ്. വി ആർ സപ്പോസ് to convert this speed in terms of distance, then only we will get the distance. ഓക്കെ, അപ്പം ഞാൻ രണ്ട് ഡിസ്റ്റൻസും ആദ്യം കാൽക്കുലേറ്റ് ചെയ്യും. ബി ഒയും എയും കിട്ടിക്കഴിഞ്ഞാൽ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്താൽ മതി. ദെൻ ബി ഒ ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ബി ഒ എന്ന് പറഞ്ഞാൽ എന്താണ്? ബി ഒ എന്താണ് ശരിക്കും? ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ, ഇതിനെ ലെറ്റ് ഇറ്റ് ബി പ്ലെയിൻ 1 എന്ന് വിളിക്കാം, ഇതിനെ പ്ലെയിൻ 2 എന്ന് വിളിക്കാം. ഓക്കെ, ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ പ്ലെയിൻ 1 ഇൻ ഹൗ മെനി അവേഴ്സ്? 1.5 hours അല്ലേ? ബി ഒ എന്ന് പറഞ്ഞാൽ 1.5 മണിക്കൂർ കൊണ്ട് ഈ പ്ലെയിൻ ബിയിലെത്തും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബി ഒ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ശരിക്കും അപ്പോൾ അർത്ഥം? 1.5 മണിക്കൂർ കൊണ്ട് ഈ പ്ലെയിൻ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് അല്ലേടോ? മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ പ്ലെയിൻ ഇൻ 1.5 hours. You may following me? Okay, so let me write it as distance traveled by plane 1 in 1.5 hours എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര മണിക്കൂറാണ്? 1.5 മണിക്കൂർ അല്ലേ? 1.5 മണിക്കൂറാണ്. 1.5 എന്നുള്ളത് 3/2 അല്ലേ? അപ്പം ഞാൻ ഈ 1.5 മണിക്കൂർ എന്നുള്ളത്, 1.5 എന്ന് വെച്ചാൽ എന്താ? 3ൻ്റെ പകുതിയല്ലേ? 1.5 മണിക്കൂർ എന്ന് പറയുമ്പോൾ 1.5 എന്ന് പറഞ്ഞാൽ 3ൻ്റെ ഹാഫ് ആണേ. ഓക്കെ, സോ ക്യാൻ ഐ റീപ്ലേസ് 1.5 by 3/2? യെസ്, ചുമ്മാ എഴുതുന്ന കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 2 × 1 2, 2 + 1 3, 3/2 അങ്ങനെ എഴുതിയാലും മതി കേട്ടോ. അപ്പം ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ പ്ലെയിൻ 1 in 1.5 hours എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ പ്ലെയിൻ ഇൻ 3/2 hours തന്നെ റീപ്ലേസ് ചെയ്യാം. ഓക്കെ, ഇനി അപ്പോൾ നമുക്ക് ബി ഒ ആണ് വേണ്ടത്. ബി ഒ എന്ന് പറഞ്ഞാൽ വളരെ ക്ലിയർ ആയിട്ട് അറിയാം, ഈ പ്ലെയിൻ 1.5 മണിക്കൂർ കൊണ്ട് സഞ്ചരിച്ച ദൂരമാണ് ബി ഒ. സോ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ പ്ലെയിൻ 1 in 1.5 hours. ഓക്കെ, ഇനി ഡിസ്റ്റൻസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? വി ഹാവ് എ ഫോർമുല, സ്പീഡ് ഈസ് ഈക്വൽ ടു distance by time. Then what will be distance? Speed into time. I repeat, distance will be what? Speed into time. So distance in 3/2 hours എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? സ്പീഡ് ഇൻറ്റു ടൈം ചെയ്താൽ മതി. എന്താണ് സ്പീഡ്? ആ വിമാനം ട്രാവൽ ചെയ്യുന്ന സ്പീഡ് 1200 ആണ്, അതാണ് എൻ്റെ സ്പീഡ്. ഇൻറ്റു ടൈം എന്താണ്? 3/2 hours ആണ്. സോ ദിസ് വിൽ ബി ദ ഡിസ്റ്റൻസ്. ഓക്കെ, എത്ര വരും? 2ഉം 1200 ക്യാൻസൽ ചെയ്ത് 600 വരും. 600 × 3 എത്ര വരും? 1800 കിലോമീറ്റർ. സോ ഈ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 1800 കിലോമീറ്ററാണ്. നമുക്ക് മനസ്സിലായി. യു മേ അണ്ടർസ്റ്റുഡ് നോ? യെസ്. സിമിലർലി ഐ ആം ഗോയിങ് ടു കാൽക്കുലേറ്റ് ഒ എ. സിമിലർലി എന്ന് എഴുതിയാൽ മതി. ഒ എ അപ്പോൾ എത്രയായിരിക്കും? ഒ എ കാണുന്നത് ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസ് വിൽ ബി ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം ആണ്. ഇവിടെ സ്പീഡ് 1000 ആണ്, ഇൻറ്റു ടൈം എന്താണ്? 3/2 ആണ്. ഓക്കെ, so when you cancel 1000, here we will get 500. 500 × 3 will be 1500 kilometer. So this distance will be 1500 kilometer. Now we just apply Pythagoras theorem because we have distances with us. Okay, then you just write by using Pythagoras theorem. Tell me, hypotenuse square is equal to base square plus height square. You are supposed to write all those things. So what we can write? Hypotenuse square AB square is equal to BO square plus OA square എന്ന് എഴുതുക. എന്നിട്ട് അടുത്ത സ്റ്റെപ്പിൽ AB square is equal to BO എന്താണ്? 1800 square plus മറ്റേത് 1500 square എന്ന് കിട്ടും. Okay, so what will be AB square? Calculate the square of this, calculate the square of this, add this one, and we will get the sum as 5 4 9 1 2 3 4 4 zeros. 1 2 3 4 നിങ്ങൾ ചെയ്ത് നോക്കാം കേട്ടോ. 5 4 9 ഇട്ടിട്ട് 1 2 3 4 അത്രയും
കിലോമീറ്ററാണ് എ ബി സ്ക്വയർ കിട്ടുക. നമ്മൾ എന്ത് ചെയ്യണം? എ ബി സ്ക്വയറാണ് ഇപ്പോൾ കിട്ടിയേക്കുന്നത്, എ ബി കാൽക്കുലേറ്റ് ചെയ്യണം. ജസ്റ്റ് ടേക്ക് ദ സ്ക്വയർ റൂട്ട്. ഓക്കെ, അപ്പോൾ വൺസ് അഗൈൻ ഈ സിറ്റുവേഷനൊക്കെ ഒന്ന് മനസ്സിലായി, ഞാൻ ഇനിയും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നമ്മൾ ഇത് ഒരിക്കലും 1200 ആണെന്ന് വിചാരിക്കരുത്. അത് സ്പീഡാണ്, നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് ആണ് വേണ്ടത്. കാരണം ഹൈപ്പോട്ടനിസിൻ്റെ ലെങ്ത്തിൻ്റെ സ്ക്വയറാണ് വിൽ ബി ഈക്വൽ ടു ദ ഇതാണ് ഇതിൻ്റെ ലെങ്ത്താണ് വേണ്ടത്. സ്പീഡ് ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യരുത്. സ്പീഡിനെ മാറ്റി ലെങ്ത്തിൻ്റെ ടൈംസിലോട്ട് മാറ്റുക. നമുക്ക് ഡിസ്റ്റൻസ് ആണ് വേണ്ടതെന്ന് മനസ്സിലാക്കുക. ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം എന്നുള്ള ഫോർമുല ഉപയോഗിച്ചിട്ട് നമുക്ക് രണ്ട് ഭാഗത്തുള്ള ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. വി ആർ മൂവിങ് ടു കാൽക്കുലേറ്റ് ദ സ്ക്വയർ റൂട്ട് ഓഫ് ദിസ് വൺ. യു മേ അണ്ടർസ്റ്റുഡ് നോ? ഇവിടെ നിങ്ങൾ നോക്കാം, ഇതിന് നമുക്ക് വേണമെങ്കിൽ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ എഴുതുന്നു. 549 ഇൻറ്റു 40 എന്ന് പറഞ്ഞാൽ ഇങ്ങനെ 10,000 എഴുതിയാൽ പോരെ. 549 10,000 10,000 ലക്ഷം 10 ലക്ഷം 54,09,000 അല്ലേ? അയ്യോ 9,000 അല്ല 90,000 അല്ലേ? 54,90,000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് 54,9 ഇൻറ്റു 1000 സോറി 10 10,000 പിന്നെ 10,000 എന്ന് എഴുതിയാൽ പോരെ. 54,9 ഇൻറ്റു 10,000 എന്ന് പറഞ്ഞാൽ ഇത് തന്നെയല്ലേ കിട്ടുക? 54,9 ഇൻറ്റു 10,000 എന്ന് പറഞ്ഞാൽ 54,9 കഴിഞ്ഞിട്ട് 1 2 3 4 0 ആഡ് ചെയ്യാനാണ് ഇത് തന്നെയല്ലേ വരിക. സോ ഇതിനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ റീപ്ലേസ് ചെയ്തതാം. ഇനി ഇതിന് സെപ്പറേറ്റ് സ്ക്വയർ റൂട്ട് കൊടുത്ത് എന്താണ് സ്ക്വയർ റൂട്ട് ഓഫ് 549? അതുപോലെ എഴുതുക. സ്ക്വയർ റൂട്ട് ഓഫ് 549 ഇൻറ്റു വാട്ട് ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് 10,000? 100. അപ്പം ഇതിനാണ് ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ രണ്ടിനും സെപ്പറേറ്റ് സ്ക്വയർ റൂട്ട് കൊടുക്കുക. ഇതിൻ്റെ സ്ക്വയർ റൂട്ട് 100 ആണ്, ഇതിൻ്റെ സ്ക്വയർ റൂട്ട് ഓഫ് അതിൽ തന്നെ മാറ്റി എഴുതി. നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. 549ൻ്റെ സ്ക്വയർ റൂട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ് കൊടുക്കുകയാണെങ്കിൽ 2 വെച്ച് പറ്റില്ല അല്ലേ? 5 4 9 3 വെച്ചേ പറ്റുള്ളൂ. ഒരു 3 3 3 9 9 8 9 10 3 3 അല്ല 1 3 61 ഇത്രയും നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് 549 എനിക്ക് 549 എന്നാണെങ്കിൽ 3 × 3 × 61 എഴുതാം. സോ 3 × 3 × 61 എഴുതി ഇൻറ്റു 100 പുറത്തുണ്ട്. യു മേ അണ്ടർസ്റ്റുഡ് നോ? സോ വാട്ട് ഈസ് സ്ക്വയർ റൂട്ട് ഓഫ്, അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 549 സ്ക്വയർ റൂട്ട് ഓഫ് 3 × 3 × 61 എഴുതി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വാട്ട് ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് 3 × 3? 3. പിന്നെ വാട്ട് ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് 3 × 3? 3. വാട്ട് ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് 61? ഞാൻ സ്ക്വയർ റൂട്ട് അപ്ലൈ ചെയ്യാണ് മക്കളെ. വാട്ട് ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് 3 × 3? 3. വാട്ട് ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് 61? സ്ക്വയർ റൂട്ട് ഓഫ് 61 വി ഡോണ്ട് നോ ദാറ്റ്. സ്ക്വയർ റൂട്ട് എല്ലാത്തിലും അപ്ലൈ ചെയ്യുക. വാട്ട് ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് 3 × 3? 3 എഴുതി. 61ൻ്റെ സ്ക്വയർ റൂട്ട് ഓഫ് 61 ഇൻറ്റു 100 വരും. ദെൻ വാട്ട് ഈസ് 3 × 100? 300 റൂട്ട് 61 കിലോമീറ്റർ വിൽ ബി ദ ആൻസർ. അതാണ് അവർ നമ്മൾ എൻ്റെ മോനും വൈഫും നമ്മളുടെ ഡിസ്റ്റൻസ് ഈസ് 300 റൂട്ട് 61 കിലോമീറ്റർ. ദിസ് ഈസ് ആൻസർ ഫോർ ദ ക്വസ്റ്റ്യൻ. യു മേ അണ്ടർസ്റ്റുഡ് നോ? See, moving to the 12th question. 2 poles of height 6 meter and 11 meter stands on a plain ground. എന്ന് വെച്ചാൽ എന്താ? 2 പോൾസ് ഉണ്ട് അല്ലേ? ഒരു പോൾ ഇവിടെ ഉണ്ട്, ഒരു പോൾ ഇവിടെ ഉണ്ട്. രണ്ടിൻ്റെ ഡിസ്റ്റൻസ് ഡിഫറൻ്റ് ആണ്. കാരണം രണ്ടിൻ്റെ ഹൈറ്റ് ഡിഫറൻ്റ് ആണ്. ആദ്യത്തിൻ്റെ ഹൈറ്റ് 6 മീറ്റർ ആണ്, രണ്ടാമത്തെ ഹൈറ്റ് 11 മീറ്റർ ആണ്. രണ്ടും ഒരു പ്ലെയിൻ ഗ്രൗണ്ടിലാണ് സ്റ്റാൻഡ് ചെയ്യുന്നത്. അതായത് പ്ലെയിൻ ഗ്രൗണ്ട് എന്ന് പറയാൻ കാരണം എന്തുകൊണ്ടാണ് പ്ലെയിൻ? കാരണം നിരന്ന സ്ഥലം എന്ന് പറയാൻ കാരണം ഇതിൻ്റെ ആംഗിൾ എത്രയായിരിക്കും? ബിറ്റ്വീൻ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. ഇതിൻ്റെ ബിറ്റ്വീൻ ആംഗിൾ എത്രയായിരിക്കും? ഓഫ് കോഴ്സ് 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഇനി നിങ്ങൾ നോക്കാം. ഇഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഫീറ്റ് ഓഫ് ദ പോൾസ് ഈസ് 12 മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് നിങ്ങൾ ആ ക്വസ്റ്റ്യൻ വായിക്കണോട്ടെ. എനിക്ക് എപ്പോഴും ക്വസ്റ്റ്യൻ അങ്ങോട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ക്വസ്റ്റ്യൻ വായിക്കുമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഇഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഫീറ്റ് ഓഫ് ദ പോൾസ്, രണ്ട് പോളിൻ്റെയും ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഫീറ്റ് എന്ന് വെച്ചാൽ ഇതാണ് ഫീറ്റ് രണ്ടിൻ്റെയും, ആ രണ്ടിൻ്റെയും ഫീറ്റിൻ്റെ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ് തന്നിട്ടുണ്ട്? 12 മീറ്റർ തന്നിട്ടുണ്ട്. യു മേ അണ്ടർസ്റ്റുഡ് നോ? ഓക്കെ, ആൻഡ് ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടോപ്സ്. ഇതാണ് ഒന്നിൻ്റെ ടോപ്പ്, ഇതാണ് ഒന്നിൻ്റെ ടോപ്പ്. ഈ രണ്ട് ടോപ്പുകളും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണം. സോ ഇഫ് ഇറ്റ് ഈസ് സം ABCD and you can write it that AB represents the first pole with height 6 meter, DC represents the second pole with height 11 meter. രണ്ടിൻ്റെ ഹൈറ്റ് ഡിഫറൻ്റ് ആണ്, അതുകൊണ്ടാണ് ഒന്നിനേക്കാൾ വലുതായിട്ട് മറ്റേത് വരച്ചത്. സോ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദർ ഫീറ്റ് ഈസ് ഗിവൺ ആസ് 12 meter. We are supposed to calculate the distance between their tops. That means we are supposed to calculate AD. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. നമ്മളത് AD കാൽക്കുലേറ്റ് ചെയ്യുന്ന നമ്മൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഇതിൻ്റെ അതേ കറസ്പോണ്ടിങ് ഹൈറ്റ് ഇവിടെ നിങ്ങൾ മാർക്ക് ചെയ്യുക. ഇത് എത്ര? 6 മീറ്റർ. ഇതിവിടെ ഒരു 6 മീറ്റർ ആയിട്ട് റഫായിട്ട് മാർക്ക് ചെയ്താൽ മതി. ഇതേ കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഒരു ഹൈറ്റ് മാർക്ക് ചെയ്യുക. അതിനെന്ത് ചെയ്യുക? ഇങ്ങോട്ടൊരു ലൈൻ വരച്ചാൽ മതി. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഹൈറ്റ് ഇവിടെ കിട്ടും. അതായത് ടോട്ടലാണ് 11 മീറ്റർ. ആ ടോട്ടൽ ഇത്രയും ഭാഗം ഇപ്പോൾ എത്രയായിരിക്കും? ഇതിന് ഈക്വൽ തന്നെയായിരിക്കുമല്ലോ ഇതും. ഇതിന് അതേ ഈക്വൽ ആയിട്ടുള്ള ഹൈറ്റാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇത് 6 മീറ്ററാണ്, ഇത് 6 മീറ്റർ. അപ്പോൾ ഇവിടെ ഒരു റൈറ്റ് ആംഗിൾ കിട്ടിയേ. ഇത് എത്രയായിരിക്കും എന്ന് പറയാൻ പറ്റും നിങ്ങൾക്ക്? താഴെയുള്ള 12 മീറ്റർ തന്നെ ആയിരിക്കില്ല അതും. സോ 12 മീറ്റർ. ഇനി ഇതെത്രയാണെന്ന് പറയാൻ പറ്റും നിങ്ങൾക്ക്? ടോട്ടൽ എത്രയാണ്?
11. ആ 11ൽ ഇത്ര ഭാഗം എത്ര 6. അപ്പോൾ ബാക്കി ഭാഗം 11ൽ നിന്ന് 6 സബ്ട്രാക്ട് ചെയ്താൽ പോരെ. ടോട്ടൽ എത്ര 11. അതിൽ നിന്ന് 6 സബ്ട്രാക്ട് ചെയ്താൽ ഇത്രയും കിട്ടില്ലേ. സോ 11 - 6 എത്ര 5. സോ ദിസ് വിൽ ബി 5. ആൻഡ് നൗ ജസ്റ്റ് കൺസിഡർ ദിസ് റൈറ്റ് ട്രയാങ്കിൾ APD. എല്ലാ സ്റ്റെപ്സും റിക്വയർഡ് ആയിട്ടുള്ള എല്ലാ സ്റ്റെപ്പും എഴുതുക. എന്നിട്ട് എഴുതുക കൺസിഡർ റൈറ്റ് ട്രയാങ്കിൾ APD. അവിടെ ജസ്റ്റ് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്താൽ ഞാൻ AD കിട്ടും. പറഞ്ഞോളൂ. By Pythagoras theorem, hypotenuse square is equal to base square plus height square. You must write that. That implies AD square is equal to base square is 12 square plus height square is 5 square. ഇതിൽ ബേസ് 12 height 5 ആണ്. So it will be 144 plus 25 it is 169. So AD will be square root of 169, that is 13. So required length will be 13 meter. Very simple question, very simple question. Moving to the next question. So moving to question number 13 now. Okay, question number 13. Read the question. Please read question number 13. D, E are points on the side CA and CB respectively of a triangle ABC. Right angle at C. Prove that AE square plus BD square is equal to AB square plus DE square. Let me draw the figure, because I think figure is not given in the question, so we are supposed to draw the figure. Okay, so I will teach you how to draw the figure. You may understood that, isn't it? D and E are points on the side CA and CB respectively of a triangle ABC എന്ന് പറയുമ്പോൾ എന്താണ് റൈറ്റ് ആംഗിൾ അറ്റ് സി. അതായത് റൈറ്റ് ട്രയാങ്കിൾ ആണിത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. റൈറ്റ് ആംഗിൾ അറ്റ് സി. സോ ഹിയർ യു ആർ സപ്പോസ് ടു മാർക്ക് ഇറ്റ് ആസ് സി. എന്നിട്ട് ബാക്കിയുള്ളടത്ത് എയും ബിയും മാർക്ക് ചെയ്യുക. അപ്പോഴാണ് അതൊരു ABC എന്ന് പറയുന്നത് റൈറ്റ് ട്രയാങ്കിൾ ആവുള്ളൂ. റൈറ്റ് ആംഗിൾ അറ്റ് സി എന്ന് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് സി ഡി and E are points on the side C and CB. That means D is a point on CA. D is a point on CA. D യിൽ ഒരു പോയിൻ്റാണ്, സോറി CA യിൽ ഒരു പോയിൻ്റാണ് D. ആൻഡ് E is a point on CB. E is a point on CB. CB യിൽ ഒരു പോയിൻ്റാണ്, CB യിൽ ഒരു പോയിൻ്റാണ് E. Once again, ABC is a right triangle with a right angle at C, 90 degree. And D is a point on CA. And E is a point on CB. Okay, നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? പ്രൂവ് ദാറ്റ് AE സ്ക്വയർ. പ്രൂവ് ദാറ്റിലോട്ട് നോക്കുക. എന്താണ് പ്രൂവ് ചെയ്യേണ്ടത് നോക്കുക. AE സ്ക്വയർ പ്ലസ് BD സ്ക്വയർ ഈസ് ഈക്വൽ ടു AB സ്ക്വയർ പ്ലസ് DE സ്ക്വയർ ആണ്. അപ്പോൾ നിങ്ങൾ നോക്കിയോ, പ്രൂവ് ചെയ്യേണ്ടത് ഇതാണ് AE സ്ക്വയർ പ്ലസ് BD സ്ക്വയർ. അപ്പോൾ അതൊക്കെ ജോയിൻ ചെയ്യണം പ്രൂവ് ചെയ്യണമെങ്കിൽ അല്ലേ. BD സ്ക്വയർ ഈസ് ഈക്വൽ ടു AB സ്ക്വയർ പ്ലസ് DE സ്ക്വയർ. അപ്പോൾ ഡിയും ഇയും ജോയിൻ ചെയ്യണ്ടേ. അപ്പോൾ ഇതൊക്കെ ജോയിൻ ചെയ്യും. നമ്മൾ പ്രൂവ് ചെയ്യേണ്ട ഭാഗത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഫിഗർ വരയ്ക്കാൻ പറ്റും. ചുരുക്കം പറഞ്ഞാൽ പ്രൂവ് ചെയ്യേണ്ട ഭാഗത്തുള്ള കാര്യങ്ങളനുസരിച്ച് വേണം ഫിഗർ വരയ്ക്കാൻ. അപ്പോൾ ഇതൊക്കെ ജോയിൻ ചെയ്യണം. ഇതൊക്കെ മനസ്സിലായി. ഇനി ലെറ്റ് മീ പ്രൂവ് ദിസ് ക്വസ്റ്റ്യൻ. AE സ്ക്വയർ പ്ലസ് BD സ്ക്വയർ ഇസ് ഈക്വൽ ടു AB സ്ക്വയർ പ്ലസ് DE സ്ക്വയർ എന്ന് പ്രൂവ് ചെയ്യണം. ഇങ്ങനെ പ്രൂവ് ചെയ്യും നമുക്ക്. AB സ്ക്വയർ പ്ലസ് BD സ്ക്വയർ, AB സ്ക്വയർ AE സ്ക്വയർ അല്ലേ മക്കളെ. AE സ്ക്വയർ പ്ലസ് BD സ്ക്വയർ. AE സ്ക്വയർ നിങ്ങൾ വലിച്ചു വെക്കുക, BD സ്ക്വയർ. നമുക്കൊന്ന് നോക്കാം. LHS നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം കണ്ണും മൂട്ടി. എന്താ വരിക നോക്കാമല്ലോ. LHS ഈക്വൽ ടു AE സ്ക്വയർ പ്ലസ് BD സ്ക്വയർ ആണ്. സി AE സ്ക്വയർ AE സ്ക്വയർ ഇതാണ് AE. അപ്പം ഈ സൈഡ് വരുന്ന ഒരു റൈറ്റ് ട്രയാങ്കിൾ ചൂസ് ചെയ്തേ. ഇതല്ലേ റൈറ്റ് ട്രയാങ്കിൾ. AE സ്ക്വയറാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ AE വരുന്ന ഒരു റൈറ്റ് ട്രയാങ്കിൾ ചൂസ് ചെയ്തു. ഇതല്ലേ ഇത്. അങ്ങനെയാണെങ്കിൽ ഈ റൈറ്റ് ട്രയാങ്കിൾ ACEയിൽ ഇതിൽ AC എന്ന് പറയുന്ന റൈറ്റ് ട്രയാങ്കിളാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. കാരണം എന്താ, നമുക്ക് AE ആണ് വേണ്ടത്. സോ AE സ്ക്വയർ കണ്ടുപിടിക്കണമെങ്കിൽ ആ റൈറ്റ് ട്രയാങ്കിൾ ACE ചൂസ് ചെയ്യാം. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആ റൈറ്റ് ട്രയാങ്കിളിൽ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്താൽ എന്ത് വരും? ഇതാണല്ലോ ഹൈപ്പോട്ടനസ് ആയിട്ട് വരിക, 90 ഡിഗ്രീൻ്റെ ഓപ്പോസിറ്റ് ACEയിൽ അല്ലേ. ACE എന്ന് പറയുന്ന റൈറ്റ് ട്രയാങ്കിൾ Cൻ്റെ ഓപ്പോസിറ്റ് AE ആണ് വരിക. സോ ഹൈപ്പോട്ടനസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ കൊടുക്കുകയാണെങ്കിൽ യു ക്യാൻ റീപ്ലേസ് AE സ്ക്വയർ ബൈ വാട്ട്? CE സ്ക്വയർ പ്ലസ് AC സ്ക്വയർ. യു മേ അണ്ടർസ്റ്റുഡ് നോ. സോ ഹൈപ്പോട്ടനസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ റിലേഷൻ ഇവിടെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ CE സ്ക്വയർ പ്ലസ് AC സ്ക്വയർ എന്ന് വരും. പ്ലസ് BD സ്ക്വയർ. ഹൗ യു ക്യാൻ റീപ്ലേസ് BD സ്ക്വയർ? ഇതാണ് BD. അത് വരുന്ന റൈറ്റ് ട്രയാങ്കിൾ നിങ്ങൾ ഇങ്ങനെ ഇതല്ലേ ചൂസ് ചെയ്യേണ്ടി വരും. അപ്പം ഇതല്ലേ നിങ്ങൾ ചൂസ് ചെയ്യേണ്ട റൈറ്റ് ട്രയാങ്കിൾ ഓക്കെ. ആ റൈറ്റ് ട്രയാങ്കിളിൽ BD സ്ക്വയർ ഹൈപ്പോട്ടനസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ കൊടുക്കുകയാണെങ്കിൽ യു ക്യാൻ റീപ്ലേസ് BD സ്ക്വയർ ബൈ വാട്ട്? BC സ്ക്വയർ പ്ലസ് DC സ്ക്വയർ. BC സ്ക്വയർ പ്ലസ് DC സ്ക്വയർ. ഐ തിങ്ക് യു അണ്ടർസ്റ്റുഡ്. ഓക്കെ, ഇനി നമുക്ക് ചാർജ് എത്രയായി നോക്കട്ടെ. ചിലപ്പോൾ സ്വിച്ച് ഓഫ് ആയി പോയി കഴിഞ്ഞാൽ ഈ 49 മിനിറ്റും എൻ്റെ വേസ്റ്റ് ആവും.
66% ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ നോക്കാം LHS നമ്മളൊന്ന് ഇത് മാറ്റി ഇനി റൈറ്റ് സൈഡിലോട്ട് നോക്കി എങ്ങനെയാണ് പ്രൂവ് ചെയ്യേണ്ട ട്രിക്ക് കിട്ടുക എന്നാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഒരു ഉറപ്പുമില്ല ഇത് പ്രൂവ് ചെയ്തെത്തുന്നു. ചിലപ്പോൾ ഇത് തെറ്റാണ്, സോറി എന്നൊക്കെ പറഞ്ഞ് വെട്ടാം. കാരണം ഞാൻ ശ്രമിച്ചു നോക്കാം. നമുക്ക് AB² DE² എത്തേണ്ടത്. AB² ഒരു കണ്ടൻറ്റ് ഒന്നുമില്ല ഇതിൽ, DE² ഇല്ല. പക്ഷേ നമ്മുടെ അടുത്ത് ഉണ്ട്, എന്തൊക്കെയോ ഉണ്ടല്ലേ. നമുക്ക് പക്ഷേ AB² DE² പ്രസൻസ് വരുത്തണം. ഇതിൽ AB² DE² ഇതാ, AB² DE² പ്രസൻസ് ഇതിൽ വരുത്തണം. AB² DE² പ്രസൻസ് ഇതിലില്ല. നമുക്ക് നോക്കാം. AB² പ്രസൻസ് വരുത്തണമെങ്കിൽ തെറ്റിയോ? നോക്കട്ടെ, ഒന്ന് പോസ് ചെയ്തിട്ട് ആലോചിച്ച് നോക്കട്ടെ. കിട്ടി വളരെ സിമ്പിളാണ്. ഈ AC² ഇല്ലേ, ഈ AC² BC² കൂടെ അടുപ്പിച്ച് എഴുതിക്കേ. AC² + BC² പ്ലസ് ഈ CE² DC² അടുപ്പിച്ച് എഴുതിക്കേ. CE² + DC². റിസൾട്ട് കിട്ടി. എന്താണ് AC² + BC²? നോക്കി, എന്താണ് AC² + BC² എന്നല്ല നമുക്ക് വേണ്ടത്. ഇതാണ് AC, ഇതാണ് BC. ഈ വലിയ റൈറ്റ് ട്രയാങ്കിളിൽ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്താൽ എന്ത് വരും? വലിയ റൈറ്റ് ട്രയാങ്കിളിൽ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്താൽ എന്ത് വരും? ഹൈപ്പോട്ടനസ് സ്ക്വയർ = ബേസ്² + ഹൈറ്റ് സ്ക്വയർ. അതായത് AB² = AC² + BC². So can you replace AC² + BC² as AB²? I repeat, നമുക്ക് AC² + BC² എന്താണെന്ന് അറിയേണ്ടത്. AC² ഇതാണ്, AC ഇതാണ്, BC ഇതാണ്. നമുക്ക് വേണ്ടത് AC² + BC². അപ്പോൾ വലിയ റൈറ്റ് ട്രയാങ്കിൾ എടുക്കുക, എങ്കിലല്ലേ ACയും BCയും വരുള്ളൂ. ആ വലിയ റൈറ്റ് ട്രയാങ്കിളിൽ പൈതഗോറസ് തിയറം ഒന്ന് അപ്ലൈ ചെയ്തേ. ഹൈപ്പോട്ടനസ് സ്ക്വയർ = ബേസ്² + ഹൈറ്റ് സ്ക്വയർ. അതായത് AB² = AC² + BC². So you can replace AC² + BC² as what? AB². No, that means AB² = AC² + BC² എന്ന് പറയുമ്പോൾ AC² + BC² റീപ്ലേസ് ചെയ്ത് AB² എഴുതി കൂടെ. സോ റീപ്ലേസ് AC² + BC² ബൈ വാട്ട്? AB². ഇനി CE² + DC² എന്താ? ഇതാണ് CE, പിന്നെ DC, ഇതാണ് DC. ഇതിൻ്റെ സ്ക്വയറും കൂട്ടിയാൽ എന്താ കിട്ടുകയെന്ന് അറിയാൻ ഈ റൈറ്റ് ട്രയാങ്കിൾ ഒന്ന് എടുത്തു വയ്ക്കും. ഈ റൈറ്റ് ട്രയാങ്കിളിൽ പൈതഗോറസ് തിയറം കൊടുത്തു കഴിഞ്ഞാൽ ഹൈപ്പോട്ടനസ് സ്ക്വയർ = ബേസ്² + ഹൈറ്റ് സ്ക്വയർ. അതായത് DE² = CE² + DC², അഥവാ CE² + DC² = DE². സോ യു ക്യാൻ റീപ്ലേസ് CE² + DC² ആസ് DE². CE² + DC² യു ക്യാൻ റീപ്ലേസ് വാട്ട്? DE². ഹെൻസ് ദ പ്രൂഫ് AB² + DE². ജസ്റ്റ് പൈതഗോറസ് തിയറം. ഇതെങ്ങനെയാണ് കിട്ടിയത്? ഇതാണെന്ന് ഒന്നുകൂടെ പറഞ്ഞു തരുന്നു. ഏത് റൈറ്റ് ട്രയാങ്കിൾ? ഈ വലിയ റൈറ്റ് ട്രയാങ്കിളിൽ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്താൽ മതി. ഇത് എങ്ങനെയാണ് കിട്ടിയത്? ഇതാണെന്ന് ഈ ചെറിയ റൈറ്റ് ട്രയാങ്കിളിൽ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്താൽ മതി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാൻ, മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിച്ചിട്ടാണ് പറയുന്നത് ഇത്ര സിമ്പിളായിട്ട്. AC² + BC² അറിയണമെങ്കിൽ AC ഇതാണ്, BC ഇതാണ്. സോ AC² + BC² കണ്ടുപിടിക്കണമെങ്കിൽ ഈ വലിയ റൈറ്റ് ട്രയാങ്കിളിൽ പൈതഗോറസ് തിയറം വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹൈപ്പോട്ടനസ് സ്ക്വയർ = ബേസ്² + ഹൈറ്റ് സ്ക്വയർ. അതായത് AB² = BC² + AC². അപ്പോൾ BC² + AC² AB² എന്ന് റീപ്ലേസ് ചെയ്തു. അങ്ങനെയാണ് ചെയ്തത്. സോ ഹെൻസ് ദ പ്രൂഫ്. ഓക്കെ, ദിസ് ഈസ് വെരി സിമ്പിൾ പ്രൂഫ്. ഇനി ഇതിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ എടുക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ക്വസ്റ്റ്യൻ ലീവ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ അടുത്ത വീഡിയോ സെഷനിൽ ചെയ്യും. ലാസ്റ്റ് ക്വസ്റ്റ്യൻ വളരെ സിമ്പിളാണ്, പെട്ടെന്ന് ചെയ്യാം. അപ്പോൾ അതും കൂടി ഈ വീഡിയോൻ്റെ കൂടെ കിടന്നോട്ടെ. ബാക്കി ലീവ് ചെയ്തിരിക്കുന്ന ഒരു 3 ക്വസ്റ്റ്യൻ ഉണ്ട്. അത് നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്ത് നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ എക്സസൈസ് വൈൻഡ് അപ്പ് ചെയ്യും. ടിക്ക് ദ കറക്റ്റ് ആൻസർ ആൻഡ് ജസ്റ്റിഫൈ ഇൻ ട്രയാങ്കിൾ ABC. AB = 6√3, AC = 12 and BC = 6. ദ ആംഗിൾ B എന്താണെന്ന് കണ്ടുപിടിക്കണം. എളുപ്പമാണ്. അതായത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഒരു ട്രയാങ്കിൾ ABC. ഓക്കെ, ഇങ്ങനെ ട്രയാങ്കിൾ ABC വരയ്ക്കാം. ഓക്കെ, ഇതിൽ AC എന്താണെന്ന് തന്നിട്ടുണ്ട്? AB തന്നിട്ടുണ്ട് 6√3. AC തന്നിട്ടുണ്ട് എന്താണ്? 12. BC തന്നിട്ടുണ്ട് എന്താണ്? 6. വി ആർ സപ്പോസ് ടു കാൽക്കുലേറ്റ് ദിസ് ആംഗിൾ B. ഈ റൈറ്റ് ട്രയാങ്കിൾ പൈതഗോറസ് തിയറം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ആംഗിൾ B എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും അല്ലേ? അപ്പം ഈ റൈറ്റ് ട്രയാങ്കിൾ പൈതഗോറസ് തിയറം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയാൽ പറയും. ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ ആണോ അല്ലയോ എന്ന് അറിയത്തില്ല. എനിക്ക് ആംഗിൾ B കണ്ടുപിടിക്കാനാണ് ചോദിച്ചേക്കുന്നത്. എൻ്റെ ചോദ്യം ഇതാണ്, കൺവേഴ്സ് ഓഫ് പൈതഗോറസ് തിയറം എന്താണ് പറയുന്നത്? പൈതഗോറസ് തിയറം സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഏറ്റവും വലിയ സൈഡിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇത് പൈതഗോറസ് തിയറം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയാൽ പറയും. എങ്ങനെയാണ് നോക്കുക? വലിയ സൈഡ് ഏതാണ്? AC. അതിൻ്റെ സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്യുക. ഇനി ചെറിയ രണ്ട് സൈഡ് ഏതാണ്? ABയും BCയും. അതിൻ്റെ സൈഡുകളുടെ സ്ക്വയറിൻ്റെ സമ്മ് കാൽക്കുലേറ്റ് ചെയ്യുക അല്ലേ? പൈതഗോറസ് തിയറം എങ്ങനെ ചെക്ക് ചെയ്യുക? വലിയ സൈഡിൻ്റെ സ്ക്വയറും ചെറിയ രണ്ട് സൈഡുകളുടെ സ്ക്വയറുകളുടെ സമ്മും കാൽക്കുലേറ്റ് ചെയ്യുക. എന്നിട്ട് ഈക്വൽ ആണോ നോക്കുക. ACൻ്റെ സ്ക്വയർ എന്താ വരിക? 12² 144.
AB² പ്ലസ് BC² എന്ന് വെച്ചാൽ 6√3ൻ്റെ സ്ക്വയറും 6ൻ്റെ സ്ക്വയറും കൂടെ ആഡ് ചെയ്യുക. 6√3ൻ്റെ സ്ക്വയർ എന്ന് വെച്ചാൽ 6ൻ്റെ സ്ക്വയർ 36, √3ൻ്റെ സ്ക്വയർ 3 പ്ലസ് 6 സ്ക്വയർ 36. അപ്പോൾ എന്ത് വരും? 4 3 1 108 പ്ലസ് 36. അപ്പോൾ ഞാൻ പറഞ്ഞോളൂ 8 1 4 144, രണ്ടും ഈക്വൽ അല്ലേ? അതായത് വലിയ സൈഡിൻ്റെ സ്ക്വയറും ചെറിയ രണ്ട് സൈഡുകളുടെ സ്ക്വയറുകളുടെ സമം ഈക്വലായിട്ട് വന്നു. സോ ഇറ്റ് ഈസ് സാറ്റിസ്ഫൈങ് പൈതഗോറസ് തിയറം. So by converse of Pythagoras theorem, angle B should be what? 90 degree. So answer for the question is 90 degree. So this is it. താങ്ക്സ് ഫോർ ജോയിനിങ് വിത്ത് മീ. ഇത്രയും നേരം എന്നെ ക്ഷമയോടെ കേട്ടിരുന്ന കുറച്ച് കുട്ടികളെങ്കിലും ഉണ്ടെന്ന് വിചാരിക്കുന്നു. അവർ ആണ് എൻ്റെ താങ്ക്സ് പറഞ്ഞത്. കാരണം ഇത്രയും വീഡിയോ ഷൂട്ട് ചെയ്യാൻ ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് കഷ്ടപ്പെടുന്നത് നിങ്ങൾ കാണുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തിലാണ്. ആ ഒരു സന്തോഷം മാത്രമാണ് ഞാനിത് ഷൂട്ട് ചെയ്യാൻ എന്നെ പ്രേരിപ്പിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ് എങ്കിലും ഇങ്ങനത്തെ വീഡിയോസ് ഞാൻ ഷൂട്ട് ചെയ്തിടും. കാരണം ഇതൊരു എക്സ്ട്രാ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം ഇത് ഫുള്ള് കണ്ട് നോട്ട് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ കുട്ടികൾക്കും എൻ്റെ ഒരു ബിഗ് സല്യൂട്ട്. കാരണം നിങ്ങൾ ഇപ്പം ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഇത് കാണാൻ സമയമെടുത്തു, നോട്ട് അപ്ലോഡ് ചെയ്തു, അതിന് വളരെ താങ്ക്സ് ഉണ്ട്. സോ താങ്ക്സ് ഫോർ ജോയിനിങ് വിത്ത് മീ. കാരണം താങ്ക്സ് പറയേണ്ട അവസ്ഥയിൽ താങ്ക്സ് പറയണമെന്നാണ് എൻ്റെ മമ്മി എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. സോ അതുകൊണ്ടാണ് ഞാൻ താങ്ക്സ് പറഞ്ഞത്. കാരണം നിങ്ങളത് ഇത്രയും 1 മണിക്കൂറോളം ലെങ്ത്തുള്ള വീഡിയോ നിങ്ങൾ കണ്ടു, നോട്ട് അപ്ലോഡ് ചെയ്യുന്ന കുട്ടികൾക്കൊക്കെ എൻ്റെ ഒരു താങ്ക്സ്. So thanks for joining with me. Please learn each question well because today we have discussed many important questions, and I will check those who are going to see who all are going to upload the notes. I will check because I have formed a separate WhatsApp group, so I can easily check how many of you are going to upload the notebooks. Thank you. Bye.